പഠിക്കുന്നത് പല പല ഭാഗങ്ങളായിട്ടാണ്. ഇന്ന് കൊണ്ട് എൻ്റെ ക്ലാസ് അവസാനിക്കുക. അടുത്ത ആഴ്ച തുടങ്ങി ദൈവം അനുവദിച്ചാൽ വായിച്ചാനാണ് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അത് ഒരർത്ഥത്തിൽ സന്തോഷമാണ്. അദ്ദേഹം നന്നായിട്ട് ക്ലാസ് എടുക്കും. നമുക്ക് ഇത് ഒരുമിച്ച് പഠിക്കാനായിട്ട് ഇത്രത്തോളം കഴിഞ്ഞ ദിവസം 4 അധ്യായമാണ് നമ്മൾ പഠിച്ചത്. 12, 13, 14, 15. ഇന്ന് 15-ാമത്തെ അധ്യായം. വാസ്തവത്തിൽ ഒരു ക്ലാസ് നമ്മൾ ആദ്യത്തെ ക്ലാസ് ഇൻട്രൊഡക്ഷനായിട്ട് 11-ാം അധ്യായത്തിൽ നിന്ന് അബ്രഹാം വരെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാനായിട്ടിടയായി. ഏഹ് കാണാമല്ലോ അല്ലേ? ഓക്കെ, അത് ശരിയാവട്ടെ. രാജാക്കന്മാർ അവർ മെസ്സൊപ്പൊത്താമിയ റീജിയനിൽ നിന്ന് അവർ വന്ന് അവര് ഈ 5 രാജാക്കന്മാരെ, ചെറിയ സിറ്റി സ്റ്റേറ്റ്സ് 5 രാജാക്കന്മാരെ തോൽപ്പിച്ചു. കൂട്ടത്തിൽ ലോത്തിനെയും കൊണ്ടുപോയി. എന്നാൽ അബ്രഹാം പോയി ലോത്തിനെ വിടുവിച്ചു. എന്നിട്ട് തിരിച്ച് അബ്രഹാം വരുന്ന വഴിക്ക് താൻ മൽക്കീസേദെക്കിനെയും അതുപോലെ സോദോം രാജാവിനെയും കണ്ടുമുട്ടാനിടയായി. മൽക്കീസേദെക്കിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടപ്പോൾ പല സഹോദരന്മാരും അതുപോലെ വളരെ പ്രത്യേകമായിട്ട് മൽക്കീസേദെക്കിനെ കുറിച്ച് അല്പം കൂടെ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. പലരും ആ വിഷയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഒരല്പം 5-10 മിനിറ്റ് മാത്രം മൽക്കീസേദെക്ക് എന്ന വ്യക്തിയെക്കുറിച്ച് ഒന്നും കൂടെ വിശദീകരിക്കണം എന്ന് ഞാൻ വിചാരിക്കുക. മൽക്കീസേദെക്കിനെ കുറിച്ച് നമ്മൾ വാസ്തവത്തിൽ ബൈബിളിൽ 3 സ്ഥാനത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഹിസ്റ്ററി ആയിട്ട് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അവിടെ മൽക്കീസേദെക്കിനെ നമ്മൾ കാണുന്നു. അവിടെ അബ്രഹാമിനെ മൽക്കീസേദെക്ക് വന്ന്, ശാലേം രാജാവായിരിക്കുന്ന മൽക്കീസേദെക്ക് വന്ന് അബ്രഹാമിനെ ഗ്രീറ്റ് ചെയ്യുന്നു. തനിക്ക് അപ്പവും വീഞ്ഞും കൊടുക്കുന്നു, തന്നെ അനുഗ്രഹിക്കുന്നു. അബ്രഹാമിൽ നിന്നും മൽക്കീസേദെക്ക് ദശാംശം വാങ്ങുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് മൽക്കീസേദെക്കിനെ കുറിച്ച്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ് മൽക്കീസേദെക്കിനെ ആദ്യമായിട്ടല്ല, ഹിസ്റ്റോറിക്കൽ ഫാക്റ്റായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമത്തിൽ സങ്കീർത്തനം 110-ാം സങ്കീർത്തനത്തിൽ ആ മൽക്കീസേദെക്കിനെ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് അവിടെ ബന്ധിച്ചാണ് 110-ാം സങ്കീർത്തനം വായിച്ചു. 110-4 വായിച്ചാട്ടെ വളരെ പെട്ടെന്ന്. 110-4 അവിടെ മൽക്കീസേദെക്കിനെ നമുക്ക് കർത്താവുമായിട്ട് ബന്ധിച്ച്, ഈ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല. അതെ, നീ എന്ന് വെച്ചാൽ അവിടെ മഷിഹയെ കുറിച്ച് അവർ മഷിഹ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നുള്ളതായിരിക്കും വസ്തുത. എബ്രായ ലേഖനകാരൻ ആ വിഷയം വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ട് തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് മൽക്കീസേദെക്ക്, താൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ സുപ്പീരിയർ ഫോർഷാഡോയിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹൈ പ്രീസ്റ്റ്ഹുഡ് ആണ് എന്ന് എബ്രായ ലേഖനകാരൻ തെളിയിക്കുക. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് പ്രധാനമായിട്ട് മൽക്കീസേദെക്കിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ, താൻ ഒരു ക്രിസ്റ്റോഫനിയാണോ അഥവാ കർത്താവിന്റെ പഴയ നിയമത്തിലെ ഒരു വെളിപ്പാടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാടല്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ഉണ്ട്. വളരെ പേര് അങ്ങനെ വിശ്വസിക്കാത്തവരാ. നമ്മൾ അതെന്താണ്, നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അല്പനിമിഷങ്ങൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്.
മൽക്കിസേദെക് എ ക്രിസ്റ്റഫനി ഓർ എ തിയോഫനി. ക്രിസ്റ്റഫനി എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, തിയോഫനി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രത്യക്ഷത. രണ്ടും ഒന്ന് തന്നെയാണ്, കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്ന നിലയിൽ. മൽക്കിസേദെക് ഈസ് എ ക്രിസ്റ്റഫനി എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ ആദ്യമേ പറയാം, വി ഡു നോട്ട് ഐഡന്റിഫൈ ഹിം ആസ് എ ക്രിസ്റ്റഫനി. നമ്മൾ മൽക്കിസേദെക്കിനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഴയ നിയമത്തിലെ ഒരു അവതാരമായിട്ട്, ഒരു പ്രത്യക്ഷതയായിട്ട് നമ്മൾ മൽക്കിസേദെക്കിനെ കാണുന്നില്ല, അഥവാ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണങ്ങൾ, കുറച്ച് കാരണങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ബാക്കി കാരണങ്ങൾ നിങ്ങൾക്ക് തന്നെ എബ്രായ ലേഖനം നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. സോ വി ഡു നോട്ട് ഐഡന്റിഫൈ മൽക്കിസേദെക് ആസ് എ ക്രിസ്റ്റോഫനി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഴയ നിയമത്തിലുള്ള വെളിപ്പാടുകൾ, കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് അബ്രഹാമിന് വെളിപ്പെട്ടു, അല്ലെ? 3 ദൂതന്മാരുടെ കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ കർത്താവായ യേശു ക്രിസ്തു, യഹോവയായ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ നിലയിൽ പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മൽക്കിസേദെക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു വെളിപ്പാടല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഇനി അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദോസ് ആർഗ്യൂയിങ് ഇൻ ഫേവർ ഓഫൺ ഫെയിൽ ടു ഇന്റർപ്രറ്റ് ഹീബ്രോസ് 7 ഇൻ കോണ്ടെക്സ്റ്റ്. എബ്രായ ലേഖനം 5, 6, 7 ഈ അധ്യായങ്ങളിലാണ് മൽക്കിസേദെക്കിനെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. 5, 6, 7. 6-ാം അധ്യായത്തിൽ കുറച്ച് കാണാം. 7-ാം അധ്യായം വാസ്തവത്തിൽ ശരിക്കും നമുക്ക് മൽക്കിസേദെക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും എബ്രായ ലേഖനത്തിൽ. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാരത് വായിക്കുമ്പോൾ ദേ ആർ ട്രൈങ് ടു കമ്പയർ ദ പേഴ്സൺ മൽക്കിസേദെക് വിത്ത് ദ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ്. പക്ഷെ എബ്രായ ലേഖനത്തിൽ അങ്ങനെയല്ല. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ അവിടുത്തെ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു പൗരോഹിത്യം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എന്നെക്കുറിച്ച് പറയുമ്പം എൻ്റെ നിറത്തെക്കുറിച്ച് പറയുന്നു. എൻ്റെ നിറത്തെക്കുറിച്ച് വേറൊരാളുടെ നിറവുമായിട്ട് കമ്പയർ ചെയ്യുന്നു നോക്കുക. ഞാൻ എന്നെയാണോ കമ്പയർ ചെയ്യുന്നത്? അല്ല, എൻ്റെ ഒരു ഭാഗം മാത്രമല്ല, എൻ്റെ നിറം മാത്രമേ കമ്പയർ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന പോലെ എബ്രായ ലേഖനത്തിൽ അവിടെ എബ്രായ ലേഖനകാരൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത്, ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പൗരോഹിത്യത്തിന് വേറൊരു പൗരോഹിത്യം ആവശ്യമാണ്. കാര്യം കർത്താവായ യേശു ക്രിസ്തു ഒന്നാമത് ലേവ്യ ഗോത്രത്തിൽ ജനിച്ചവനല്ല. രണ്ടാമത് ലേവ്യ ഗോത്രത്തിന്റെ വെളിയിലുള്ള ഒരാൾക്കൊരു പൗരോഹിത്യം ലഭിക്കണമെങ്കിൽ അതിന് വേറൊരു പൗരോഹിത്യം ആവശ്യമാണ്. അതാണ് മൽക്കിസേദെക്കിന്റെ പൗരോഹിത്യം. കാര്യം സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത്, മൽക്കിസേദെക്കിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണ്. കാര്യം മൽക്കിസേദെക്കിനെ അബ്രഹാം ഗ്രീറ്റ് ചെയ്തു, അബ്രഹാം അവന് ടൈറ്റ്സ് കൊടുത്തു. മൽക്കിസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ അബ്രഹാമിന്റെ കൊച്ചുമക്കളായിരിക്കുന്ന അഥവാ പരമ്പരയായിരിക്കുന്ന ലേവി ഗോത്രം മൽക്കിസേദെക്കിനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. മൽക്കിസേദെക്കിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണ് എന്നുള്ളതാണ് അവിടെ എബ്രായ ലേഖനകാരൻ തെളിയിക്കുന്നത്. എന്നിട്ട് എബ്രായ ലേഖനകാരൻ തെളിയിക്കുന്നത് എന്തറിയാമോ? കർത്താവായ യേശു ക്രിസ്തു മൽക്കിസേദെക്കിനേക്കാൾ ഉന്നതൻ. അതവിടെ തെളിയിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പോകാൻ സാധ്യതയില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ലേവ്യ പൗരോഹിത്യത്തിന് വെളിയിലാണ്. ലേവ്യ പൗരോഹിത്യത്തിന് ഒരുപാട് മൈനസ് ഉണ്ട്. എന്നാൽ അതിനേക്കാൾ ഉന്നതമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറഞ്ഞിട്ട്, ആ പൗരോഹിത്യമാണ് മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു മൽക്കിസേദെക്കിനേക്കാൾ ഹി ഈസ് സുപ്പീരിയർ. അതാണ് എബ്രായ ലേഖനത്തിലെ ആർഗ്യുമെന്റ്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, മൽക്കിസേദെക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഴയ നിയമത്തിലെ ക്രിസ്റ്റോഫനിയാണോ, ക്രിസ്തുവിന്റെ വെളിപ്പാടാണോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചിന്തിക്കുന്നവർ വാസ്തവത്തിൽ ദേ ആർ ടേക്കിംഗ് ദാറ്റ് പോർഷൻ. 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവിടെ മൽക്കിസേദെക്കിനെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ദേ ടേക്ക് ഔട്ട് ഓഫ് ദ പോർഷൻ, ദേ ട്രൈ ടു കമ്പയർ പേഴ്സൺ ടു പേഴ്സൺ. പക്ഷെ അവിടെ എബ്രായ ലേഖനകാരൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. എബ്രായ ലേഖനകാരൻ ചിന്തിക്കുന്നത് മൽക്കിസേദെക്കിന്റെ പൗരോഹിത്യവും കർത്താവായ യേശു ക്രിസ്തു പൗരോഹിത്യവും, ലേവ്യ പൗരോഹിത്യം കർത്താവായ യേശു ക്രിസ്തു പൗരോഹിത്യം, മൽക്കിസേദെക്കിനേക്കാൾ കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ഇനി 2-3 ആർഗ്യുമെന്റ് ഇൻ ഫേവർ ഓഫ് ക്രിസ്റ്റഫനി. കർത്താവിന്റെ ഒരു പ്രത്യക്ഷതയാണ് മൽക്കിസേദെക്ക് എന്നുള്ളതിന്റെ 2-3 ആർഗ്യുമെന്റ് അവർ പറയുന്നു. ഒന്ന്, മൽക്കിസേദെക്ക് വാസ് ബോത്ത് എ കിങ് ആൻഡ് എ പ്രീസ്റ്റ്. അല്ലേ? താൻ ഒരു രാജാവായിരുന്നു, ശാലേം രാജാവായിരുന്നു, അത്യുന്നതായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ആ അർത്ഥത്തിൽ മൽക്കിസേദെക്ക് ഈസ് എ കിങ് ആൻഡ് എ പ്രീസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവും ഹി ഈസ് ഓൾസോ എ കിങ് ആൻഡ് എ പ്രീസ്റ്റ്. അല്ലേ? ദാറ്റ് ഈസ് യുണീക് കോമ്പിനേഷൻ ഓഫ് ഓഫീസേഴ്സ്. അതൊരു ആർഗ്യുമെന്റ് ആണ്. സത്യമാണത്. ദാറ്റ്സ് എൻ ആർഗ്യുമെന്റ് ഇൻ ഫേവർ ഓഫ് Melchizedek, whether he is a Christophany or not.
സെക്കൻഡ്ലി, മിസ്റ്റീരിയസ് ജീനിയോളജി ആൻഡ് ഇറ്റേണിറ്റി. 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവന് ജീവാരംഭമില്ല, ജീവാവസാനമില്ല, വംശാവലിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ 7-ാം അധ്യായം, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് മൽക്കീസേദെക്കിനെ കുറിച്ചും കറക്റ്റാണ്, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചും കറക്റ്റാണ്. ഒത്തിരി വ്യത്യാസം ആ വാക്യം ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ. കർത്താവ് യേശു ഹീസ് ഇറ്റേണൽ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഇറ്റേണൽ ആണ് എന്നുള്ളത് അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും മിസ്റ്റീരിയസ് ജീനിയോളജി ആൻഡ് ഇറ്റേണിറ്റി മിസ്റ്റീരിയസ് ജീനിയോളജി ഓഫ് മൽക്കീസേദെക്ക്, അതാണ്. അതുകൊണ്ട് നിലനിൽക്കുന്ന പൗരോഹിത്യമാണ് മൽക്കീസേദെക്കിന്റെ കാര്യം. സാധാരണഗതിയിൽ പുരോഹിതന്മാർ ഓരോ കാലം കഴിയുമ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആളുടെ പൗരോഹിത്യം തീരും, പിന്നെ വേറെ ആൾ വരണം, അങ്ങനെയാണ്. പക്ഷേ മൽക്കീസേദെക്ക് മരിച്ചതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. അവന്റെ ആരംഭവും ഇല്ലാത്തത് കൊണ്ട് ദാറ്റ്സ് ഇറ്റേണൽ എന്നുള്ളതാണ് എബ്രായ ലേഖനകാരൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. ദെയർഫോർ ക്രൈസ്റ്റ് അതാണ് കിട്ടിയത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ടു മൽക്കീസേദെക്ക്. അത് വളരെ പ്രധാനം കേട്ടോ. ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ടു മൽക്കീസേദെക്ക്. ദാറ്റ് ഇസ് വാട്ട് ഹീബ്രൂസ് ഇസ് ട്രൈങ് to prove. ഇനി സുപ്പീരിയോറിറ്റി ടു എബ്രഹാം ആൻഡ് ദ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് നമ്മളത് കണ്ടതാണ്. എബ്രായ ലേഖനകാരൻ പറയുന്നത്, അഥവാ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു, അബ്രഹാമിനെ മൽക്കീസേദെക്ക് അനുഗ്രഹിച്ചു, അബ്രഹാം അവന് ടൈത്ത് കൊടുത്തു. അതുകൊണ്ട് ഹീസ് അബ്രഹാമിനെക്കാളിലും ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിനെക്കാളിലും ഹയർ ആണ് മൽക്കീസേദെക്കിന്റെ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ക്രിസ്റ്റോഫനിയാണ് എന്ന് തെളിയിക്കാനായിട്ട് പറയുന്നൊരു കാര്യം. 4-ാമത്, ഇദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം കിങ് ഓഫ് റൈച്ചസ്നെസ്. മെൽക്കിസേദെക്ക് എന്ന വാക്കിന്റെ അർത്ഥം കിങ് ഓഫ് റൈച്ചസ്നെസ്. അതുപോലെ കിങ് ഓഫ് സാലേം അഥവാ ഷാലേം, രാജാവ് എന്നർത്ഥം കിങ് ഓഫ് പീസ്. ഷാലേം എന്ന് വെച്ചാൽ പീസ്, ഷാലോം എന്ന് വെച്ചാൽ പീസ്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് മൽക്കീസേദെക്കിന്റെ, നമുക്കിനി അതിന്റെ മൽക്കീസേദെക്ക് എന്തുകൊണ്ടല്ല എന്നുള്ളതിന്റെ ചില പോയിന്റ്സ് കൂടെ നമുക്ക് കാണാം. പക്ഷേ വി ഡോണ്ട് ഐഡന്റിഫൈ ഹിം ആസ് ക്രിസ്റ്റോഫനി. മെയിൻ ഇഷ്യൂ ഓഫ് ദ പീപ്പിൾ ഹു സേ ദാറ്റ് മൽക്കീസേദെക്ക് ഇസ് എ ക്രിസ്റ്റോഫനി, അല്ലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് എന്ന് പറയുന്നവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, ദേ ആർ ട്രൈങ് ടു കമ്പയർ പേഴ്സൺ ടു പേഴ്സൺ. പക്ഷെ എബ്രായ ലേഖനത്തിലെ വിഷയം പേഴ്സൺ ടു പേഴ്സൺ അല്ല, about the priesthood of Melchizedek ആണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. മനസ്സിലായല്ലോ അല്ലേ? 4 ആർഗ്യുമെന്റ് പറഞ്ഞു. യൂണിക് കോമ്പിനേഷൻ ഓഫ് ഓഫീസസ്. ഹി വാസ് ബോത്ത് കിങ് ആൻഡ് പ്രീസ്റ്റ്, ആൻഡ് ഹിസ് ജീനിയോളജി ഈസ് നോട്ട് മെൻഷൻഡ്. superiority to Abraham and the Levitical priesthood, and significant names and titles. തന്റെ പേരിന്റെ പ്രാധാന്യത. ഇനി ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് മൽക്കിസെദെക്ക് ബീയിങ് എ ക്രിസ്റ്റോഫനി അല്ല എന്നുള്ളതിന്റെ, അഥവാ നമ്മൾ അങ്ങനെ പറയാനുള്ളതായിരിക്കും കാരണങ്ങൾ, ആർഗ്യുമെന്റ്സ്. 4-5 ആർഗ്യുമെന്റ്സ് ഞാൻ പറയാം. ഒന്ന്, നമ്മൾ 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചാട്ടെ. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അവിടെ ദൈവപുത്രന് തുല്യനായി എന്നുള്ളതാണ് എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു വിഷയം. ദൈവപുത്രന് തുല്യനായി, ചിലപ്പോഴൊക്കെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഹീബ്രുവും ഗ്രീക്കും ഒക്കെ നമ്മൾ നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ, എങ്കിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാത്രം നോക്കി ചിലപ്പോൾ മനസ്സിലാവില്ല. അവിടെ ദൈവപുത്രൻ തുല്യനായി എന്നതിന് എഴുതിയേക്കുന്ന ഒരു വാക്ക് അഫോമോയിയോ. അത് പഠിക്കേണ്ട ആവശ്യമില്ല. ദ ഗ്രീക്ക് വേർഡ് യൂസ്ഡ് ഈസ് അഫോമോയിയോ. അതിന്റെ അർത്ഥം മെയ്ഡ് ലൈക്ക് ഓർ ലൈക്കൻ ടു എന്നാണ്. ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു ഓർ ബീയിങ്. തുല്യം എന്നുള്ള അർത്ഥത്തിലല്ല, മെയ്ഡ് ലൈക്ക് ഓർ ലൈക്കൻ ടു. നമ്മളൊരു മെഴുക് കൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കിയാൽ, ഒരു പ്രധാനപ്പെട്ട വ്യക്തി മെഴുകിന്റെ പ്രതിമ, ഹി ഈസ് ലൈക്ക് എന്ന് പറയാം അല്ലേ? ഹി ഈസ് ലൈക്ക്. അവിടെ ഉപയോഗിച്ച് ദൈവപുത്രൻ തുല്യനായി എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ എന്ന അർത്ഥത്തിലല്ല. there in Greek it is used a word which means made like or likened to. Made like or likened to. അതാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഡസന്റ് മീൻ ഇറ്റ് ഈസ് സെയിം, ഇറ്റ് ഈസ് മെയ്ഡ് ലൈക്ക്. മെയ്ഡ് ലൈക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല അല്ലേ? ഒരുപാട് കാര്യങ്ങൾ മെയ്ഡ് ലൈക്ക് ഉണ്ട്. നമുക്ക് അതുപോലെ ഇരിക്കും, നമുക്ക് ഈഫൽ ഗോപുരത്തിന്റെയും പിന്നെ അതിൻ്റെയൊക്കെ നമുക്ക് പ്രോട്ടോടൈപ്പ് കിട്ടും. ദാറ്റ് ഈസ് മെയ്ഡ് ലൈക്ക്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി ദ സെയിം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലൈക്കൻ ടു ദ സൺ ഓഫ് ഗോഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന, അവിടെ ദൈവത്തിന് തുല്യനായി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ് ഈസ് മെയ്ഡ് ലൈക്ക് ഓർ ലൈക്കൻ ടു ആൻഡ് നോട്ട്, ഇറ്റ് ഡസന്റ് മീൻ ഈക്വൽ ഓർ ദ ബീയിങ്. അതാണ് ഒരു പോയിന്റ്. സോ ഇറ്റ്സ് വെരി വാലിഡ് പോയിന്റ്. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ അങ്ങനെയാണ് അർത്ഥമാക്കുന്നത്.
പിന്നെ purpose of the comparison in Hebrews. If Melchizedek is Christophany, the argument in Hebrews, ഞാൻ എൻ്റെ മലയാളം എഴുതാതെന്ന് വെച്ചാൽ മലയാളം എഴുതിയാൽ ഇത് ഒത്തിരി പേജസ് വേണം. I will not get the points in 1 sheet or 2 sheets. അതുകൊണ്ടാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇടാത്തത്. If Melchizedek is Christophany, the argument in Hebrews would lose significant force. It would become a comparison of Christ's priesthood to his own appearance. This would negate the demonstration of a high human figure foreshadowing a divine reality. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പറയാണ്, ഇപ്പം കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്തത് ഞാനാണ്, ഈ ആഴ്ച ക്ലാസ് എടുത്തത് ഞാനാണ്. കഴിഞ്ഞ ആഴ്ച എടുത്ത എന്നെയും ഈ ആഴ്ച എടുത്ത എന്നെയും കൂടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ ഒക്കുമോ? ഇറ്റ് ഇസ് സെയിം പേഴ്സൺ അല്ലേ? അപ്പോൾ മെൽക്കിസേദെക്ക് ഇഫ് ഹീസ് ക്രിസ്റ്റോഫനി, യു കനോട്ട് കമ്പയർ ക്രൈസ്റ്റ് ആൻഡ് ക്രിസ്റ്റോഫനി സെയിം, ബിക്കോസ് ഇറ്റ് ഈസ് സെയിം പേഴ്സൺ. ഇഫ് ഇറ്റ് ഇസ് സെയിം പേഴ്സൺ, ദെൻ ദർ ഇസ് നോ പോയിന്റ് ഇൻ കമ്പയറിങ് എനിത്തിങ്. എന്തെങ്കിലും അർത്ഥമുണ്ടോ? കമ്പാരിസണിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പറഞ്ഞ ആശയം മനസ്സിലായോ? ദർ ഇസ് നോ കമ്പാരിസൺ. കാര്യം ഞാൻ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്ത് ഈ ആഴ്ച ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എന്നെ ഈ ആഴ്ച ക്ലാസ് എന്നെ കണ്ടിട്ട് പറയാം കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്തതുപോലെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ്. സോ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ് ആക്ച്വലി. പർപ്പസ് ഓഫ് ദ കമ്പാരിസൺ ഇൻ ഹീബ്രൂസ് അതാണ്. ഇഫ് മെൽക്കിസേദെക്ക് ഇസ് ക്രിസ്റ്റോഫനി, ദ ആർഗ്യുമെന്റ് ഇൻ ഹീബ്രൂസ് would lose significant force. അവിടെ ആർഗ്യുമെന്റിന് വലിയ പ്രസക്തിയില്ല. കാര്യം ഇഫ് മെൽക്കിസേദെക്ക് ഇസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്, then there is no point in arguing that Melchizedek is greater than Christ is greater than Melchizedek. ഈ ആർഗ്യുമെന്റിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. മൂന്നാമത്, ഹിസ്റ്റോറിക്കൽ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കിയാൽ അവിടെ കൃത്യമായിട്ട് ഒരു വ്യക്തിയെയാണ് അബ്രഹാം കാണുന്നല്ലേ. അബ്രഹാം അവിടെ ടൈറ്റ്സ് കൊടുക്കുന്നു, തൻ്റെ നിന്ന് ടൈറ്റ്സ് സ്വീകരിക്കുന്നു, ആഹാരം കൊണ്ട് കൊടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ശാലേം രാജാവാണെന്നുള്ളത് അറിയാം. അപ്പോൾ അദ്ദേഹം ഹീ ഈസ് ദെയർ ഫോർ ക്വൈറ്റ് സം ടൈം. അപ്പോൾ ആ വ്യക്തിയെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കിയാൽ ആ ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണം ഒരിക്കലും ഡസൻറ്റ് സ്യൂട്ട് ഫോർ ക്രിസ്റ്റോഫനി എന്നുള്ളതാണ്. ഇറ്റ് ഡസൻറ്റ് സ്യൂട്ട്. ഇനി ഒരു പോയിന്റ് ഉണ്ട്, എ റിഫ്ലക്ഷൻ വിതൗട്ട് ഫാദർ ഓർ മദർ, എ റിഫ്ലക്ഷൻ ഓഫ് ഹൗ ഹി ഈസ് പ്രസന്റഡ് ഇൻ ദ ബിബ്ലിക്കൽ റെക്കോർഡ്. ദ സൈലൻസ് അബൌട്ട് ഹിസ് അതർ ഡീറ്റെയിൽസ് ഇൻ ജെനസിസ് അലൗസ് ഹിം ടു സെർവ് ആസ് ആൻ അൺപാരലൽഡ് ടൈപ്പ് ഫോർ ക്രൈസ്റ്റ് ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്. ഇറ്റ് ഈസ് ട്രൂ. അതായത് ഈ ഡീറ്റെയിൽസ് അവിടെ ഇല്ല എന്നുള്ളത്. പക്ഷെ വാസ്തവം നമ്മൾ നോക്കിയാൽ ബൈബിളിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങനെ ഉണ്ടല്ലയോ. ജനനവും മരണവും മക്കളുടെ കാര്യങ്ങളൊന്നും പറയാത്ത എത്രയോ ക്യാരക്ടേഴ്സ് ഉണ്ട് ബൈബിളിൽ അല്ലേ. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് യുണീക്ക്. ഒറ്റയാളേ ഉള്ളൂ, ബാക്കി എല്ലാവരുടെയും ജീവചരിത്രം മുഴുവൻ എഴുതിയിട്ടുണ്ട് എന്നുള്ളതല്ല. പക്ഷേ സങ്കീർത്തനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തെ കണക്ട് ചെയ്തിട്ട് മശിയായിട്ട് കണക്ട് ചെയ്തത് കൊണ്ടും എബ്രായ ലേഖനത്തിൽ കണക്ട് ചെയ്തുകൊണ്ടും വി നോ ദാറ്റ് മെൽക്കിസേദെക്ക് ഈസ് എ ടൈപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇനി ഒറ്റ പോയിന്റ് കൂടെ ഉള്ളൂ കേട്ടോ, നമ്മുടെ സമയം പോകുന്നു എനിക്കറിയാം. 15-ാം അധ്യായം പഠിച്ചു തീർക്കണം ഇന്ന്. ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി, ദ അസർഷൻ ഓഫ് ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ടു മെൽക്കിസേദെക്ക് holds only if the latter is human. Otherwise it would incorrectly imply their equality, which is not the case. അതാ നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് മൽക്കിസേദെക്കും കർത്താവായ യേശു ക്രിസ്തു ഒന്ന് തന്നെയാണെങ്കിൽ, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു അവതാരമായിരുന്നു മൽക്കിസേദെക്കെങ്കിൽ പിന്നെ ഈ ആർഗ്യുമെന്റ് ഒന്നും യാതൊരു പ്രസക്തിയും ഇല്ല. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. സോ നമുക്കറിയാം, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാം മെൽക്കിസേദെക്ക് ഇസ് നോട്ട് ക്രിസ്റ്റോഫനി എന്നുള്ളതറിയാം. മെൽക്കിസേദെക്ക് ചരിത്രത്തിൽ നമ്മൾ ഒരു 3 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ, 14-ാം അധ്യായത്തിൻ്റെ 3 വാക്യങ്ങൾ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. അങ്ങനെ വന്നു, ഒരു കാര്യം സാധിച്ചു, തിരിച്ചുപോയി. ഒരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതി, തിരിച്ചുപോയി, അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ കാണുന്നില്ല. എന്നാൽ സങ്കീർത്തനത്തിൽ അദ്ദേഹത്തെ കണക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് എബ്രായ ലേഖനകാരൻ ആ വിഷയം കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ആ വിഷയത്തിൽ ഇനി കൂടുതൽ പഠിക്കണമെങ്കിൽ എബ്രായ ലേഖനം 7-ാം അധ്യായം നിങ്ങൾ ശരിക്ക് വീട്ടിൽ പോയിരുന്ന് പഠിച്ചാൽ മതി. നമുക്ക് ആ കാര്യം മനസ്സിലാകും. കർത്താവായ യേശു ക്രിസ്തു പൗരോഹിത്യം മൽക്കിസേദെക്ക് പൗരോഹിത്യത്തെക്കാട്ടിൽ എത്രയോ ശ്രേഷ്ഠമല്ലേ. ആണയോടുകൂടി, ദൈവത്തിൻ്റെ ഓത്തോടുകൂടി, ആണയോടുകൂടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, നിത്യമായിരിക്കുന്ന പൗരോഹിത്യം. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത എബ്രായ ലേഖനകാരൻ വർണ്ണിക്കുന്നത് കണ്ടാൽ നമുക്ക് അത് വായിച്ചിരുന്നു പോകും. 7-ാം അധ്യായമൊക്കെ വായിച്ചാൽ, നമ്മൾ വേണേൽ 5 പ്രാവശ്യമൊക്കെ ഒരുമിച്ച് വായിച്ചാലും കർത്താവായ യേശു ശ്രേഷ്ഠതയുടെ ആ മഹത്വം നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ആണ് ലേഖനകാരൻ അവിടെ ഈസ് ട്രൈങ് ടു പ്രൂവ് ഇറ്റ്. ഇനി നമുക്ക് 15-ാം അധ്യായത്തിലേക്ക് വരാം. 15-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം.
1-ാം വാക്യം വായിച്ചാട്ടോ. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകും. പ്രതിഫലവുമാകുന്നു. അവിടെ അതിൻ്റെ ശേഷം എന്ന് വെച്ചാൽ 14-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ കണ്ടതാണ് അബ്രഹാം താൻ ആ 4 വളരെ കഴിവുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിൻ്റെയും മറ്റ് വസ്തുക്കളെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതൊന്ന് പെട്ടെന്ന് കണ്ടതാണ്. വാസ്തവത്തിൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിൻ്റെ മനസ്സിൽ ഭയമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഭയമുണ്ട്. കാര്യം നമ്മളൊരു നോർമലി ചിന്തിച്ചാൽ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ച് വിട്ടാൽ തിരിച്ച് അവർ രാജാക്കന്മാരല്ലേ, അവർ വിട്ടേക്കുമോ? വിടത്തില്ലെന്നുള്ളത് 100% ആണ്. അപ്പോൾ വാസ്തവത്തിൽ അബ്രഹാം വിചാരിച്ചു, എന്താ വിചാരിച്ചേ? ഇവർ തീർച്ചയായിട്ടും വന്ന് എന്നെ കീഴടക്കും എന്ന് വിചാരിച്ച് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 15-ാം അധ്യായത്തിൽ എന്ന് വെച്ചാൽ ഇത് എഴുതിയപ്പോൾ ഇങ്ങനെ അധ്യായം തിരിച്ചല്ലല്ലോ എഴുതിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിന് ശേഷം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു എന്ന് പറഞ്ഞു. നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തതാണ്, എല്ലാ ഡിവൈൻ വാഗ്ദാനങ്ങൾക്കും പ്രോമിസിനും, എല്ലാ ഡിവൈൻ അല്ല, മിക്ക ഡിവൈൻ പ്രോമിസസിനും ദർ ഈസ് അൻ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ആൻഡ് ഓൾസോ എ ഫ്യൂച്ചർ വൺ. അപ്പം ഇവിടെ നമുക്കറിയാം ഈ ഭാഗത്ത് തീർച്ചയായിട്ടും അബ്രഹാമിനോട് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പം തന്നെ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം, ഐ ആം യുവർ ഷീൽഡ് എന്ന് വെച്ചാൽ നിനക്ക് എന്തെങ്കിലും വന്നാൽ ഐ വിൽ ടേക്ക് കെയർ ഓഫ്, യു ഡോണ്ട് ഹാവ് ടു വറി മച്ച്, ഐ ആം യുവർ ഷീൽഡ് എന്നുള്ളതാണ്. അത് വളരെ വളരെ പ്രധാനമാണ്. അപ്പം നമ്മളൊരു കാര്യം കഴിഞ്ഞ ആഴ്ച ഓർത്താണ്, ഗോഡ്സ് പ്രോമിസ് ആർ നോട്ട് നെസസറിലി ഫ്യൂച്ചർ ഓൺലി, മെനി ഹാവ് എ ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ആവശ്യങ്ങളുടെ വരുമ്പോൾ ആവശ്യങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ മുറുകെ പിടിക്കണം. അതാണ് വിഷയം, നമ്മൾ മുറുകെ പിടിക്കണം. നമുക്ക് ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇവിടെ തന്നിട്ടുള്ള എല്ലാ വാഗ്ദത്തങ്ങളും നമുക്കുള്ളതാ. അത് നമ്മൾ ആ സമയങ്ങളിൽ അതിൽ മുറുകെ പിടിക്കാനായിട്ട് വിശ്വസിക്കാനായിട്ട് ഇടയാകണം എന്നുള്ളതാണ്. ഇനി നമ്മൾ ആദ്യത്തെ ഐ ആം യുവർ ഷീൽഡ് എന്ന് പറയുമ്പോൾ, ഗോഡ് ഈസ് അവർ ഷീൽഡ് ഫ്രം ഓൾ ഫിയർ, ആങ്സൈറ്റി, വറി ആൻഡ് അൺസർട്ടനിറ്റി. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ രാജാക്കന്മാരെ തോൽപ്പിച്ചതൊന്നും ആയിരിക്കത്തില്ല, നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ, നമ്മുടെ ഭയം, അതുപോലെ തന്നെ നമുക്ക് ആങ്സൈറ്റി, നമ്മുടെ വറി, അൺസർട്ടനിറ്റി, എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് ആകെപ്പാടെയുള്ള ഷീൽഡ് എന്ന് വെച്ചാൽ ദ പ്രൊട്ടക്ഷൻ ഈസ് ഫ്രം ഗാഡ്. അതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട്. ഡു നോട്ട് ബി അഫ്രൈഡ്, നീ ഭയപ്പെടേണ്ട, ഐ ആം യുവർ ഷീൽഡ്, ഞാൻ നിന്റെ പരിചയമാകുന്നു എന്നുള്ള. അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേത്, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ് അല്ലേ. 15-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം മാത്രമല്ല, അതിമഹത്തായ പ്രതിഫലം, എക്സീഡിങ് ഗ്രേറ്റ്. This emphasizes the immeasurable, unparalleled nature of this reward. It is not just a good reward, it is beyond measure, far surpassing any reward the world can give. അബ്രഹാമിന് ഭയങ്കര നഷ്ടം വന്നു. ഈ ലോത്തിൻ്റെ ഈ സോദോം രാജാവിന് എല്ലാം കൊടുത്തു വെച്ചാൽ ഒരുപാട് ധനം കൊണ്ടുവന്നുള്ളത് തീർച്ചയാണ്. കാര്യം ഈ രാജാക്കന്മാർ സോദോമിനെ ആക്രമിച്ചു, അതുപോലെ ഗോമോരെ ആക്രമിച്ചു, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൊണ്ട് അവർ പോയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ധനം കൊണ്ടാണ് ഈ അബ്രഹാം തിരിച്ചു വരുന്നത്. ലോത്തിനെയും മറ്റ് അവരുടെ ആൾക്കാരെയും സോദോമിൻ്റെ ആൾക്കാരെയും എല്ലാം കൂടെ തിരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അബ്രഹാമിന് വേണമെങ്കിൽ അത് ക്ലെയിം ചെയ്യാം അല്ലേ. ആൾക്കാരെ കൊടുത്ത്, സോദോം രാജാവ് പറഞ്ഞ് ശരിയാണ്, ആൾക്കാരെ കൊടുത്തിട്ട് ധനം എടുക്കാൻ വെക്കും. പക്ഷേ അത്യുന്നത ദൈവത്തിലേക്ക് കൈ ഉയർത്തി അദ്ദേഹം പറഞ്ഞു, എന്ത് പറഞ്ഞു? എനിക്ക് വേണ്ട, ഞാൻ തൊടത്തില്ല. കാര്യം അദ്ദേഹത്തിന് അറിയാം സോദോമുമായിട്ടുള്ള ബന്ധം. നീ എന്നെ ധനവാനാക്കിയെന്ന് ആരും പറയരുത്. തൻ്റെ സാക്ഷ്യത്തിന് അത് കുഴപ്പമാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. നമ്മൾ ജീവിതത്തിൽ ചിലതൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കണം. സോദോമുമായിട്ടുള്ള ബന്ധം അബ്രഹാമിന് വേണ്ട എന്നുള്ളതാ. അബ്രഹാം പറഞ്ഞു, എനിക്ക് വേണ്ട, അത് എൻ്റെ സാക്ഷ്യത്തിന് അത് കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം എന്ത് പറഞ്ഞു? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഐ ആം യുവർ എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, അല്പ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി വേണ്ടാന്ന് വെച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കില്ല. ഞാൻ ഭൗതികമായ കാര്യം പറഞ്ഞു, ആത്മീയമായ വിഷയമല്ല പറയുന്നത്. ഭൗതികമായ നമ്മൾ ചില കാര്യങ്ങളല്ല, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് വേണ്ടെന്ന് വെച്ചാലും ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ,
ഉദാഹരണത്തിന് നമ്മൾ ദൈവസന്നിധിയിൽ കൊടുക്കുന്ന നമ്മുടെ നമ്മുടെ സ്തോത്ര കാഴ്ച, നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്, നമ്മുടെ കയ്യിൽ നമുക്ക് അതുകൊണ്ടൊരു നഷ്ടം തോന്നുന്നില്ലെങ്കിൽ, അബ്രഹാമിന് നഷ്ടം തോന്നി കാണുമോ ലോത്തിന് കൊടുത്തപ്പോൾ? ലോത്തിനല്ല, സോദം രാജാവിന് കൊടുത്തപ്പോൾ നഷ്ടം തോന്നി കാണുമോ? കാണുന്ന ഞാൻ പ്രതീക്ഷിക്കും. കാര്യം 1 2 ഒന്നും അല്ലല്ലോ, ലക്ഷങ്ങളുടെ സ്വത്താ കൊടുത്തേക്കുന്നത്, വേണ്ടെന്ന് പറഞ്ഞ് തൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് ദൈവം അത് ഹി വാല്യൂസ് ഇറ്റ്. അത് ദൈവം നമുക്ക് ഹി വിൽ റിവാർഡ് അവർ എവറി ലോസ്, ഈതർ ഫിസിക്കൽ, മെന്റൽ, വാട്ട് എവർ ഇറ്റ് ഈസ്. സംഖ്യാപുസ്തകത്തിൽ അഹരോനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ അവകാശമെന്ന്. ലേവ്യരോടും ലേവ്യ ഗോത്രത്തിൻ്റെയും അവകാശം യഹോവയാണ് എന്ന് പറഞ്ഞു. യഹോവ നമ്മുടെ അവകാശം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ 15 അധ്യായത്തിന് 1-ാം വാക്യത്തിലെ പ്രധാന പ്രമേയം. നമ്മുടെ ഇമ്മീഡിയറ്റ് നീഡ്സിന് ഗോഡ് ഈസ് ദെയർ. നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾക്ക്, ആങ്സൈറ്റി, വറീസ്, നമ്മുടെ ധനം ദൈവത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നതെല്ലാം, ആൻഡ് ഗോഡ് സെഡ്, ഐ ആം യുവർ ഷീൽഡ്, ഐ ആം യുവർ റിവാർഡ്. അതാണ് നമ്മൾ ഒന്നാം വാക്യത്തിൽ പഠിച്ചത്. ഇനി രണ്ടാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിന് അബ്രാം 2-3. കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമേശിക്കുകാരനായി എലേസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രാം പറഞ്ഞു. 2-3 അബ്രഹാം പ്രസൻസ് ടു ഗോഡ്, നോട്ട് എ കംപ്ലൈന്റ്. നമുക്ക് പെട്ടെന്ന് തോന്നും അബ്രഹാം ഒരു കംപ്ലൈന്റാ പറഞ്ഞെന്നല്ലേ. അങ്ങനെയല്ല. ഈ 1-ാം വാക്യത്തിൽ പറഞ്ഞതായിരിക്കുന്ന ആ പ്രോമിസ് ഉണ്ടല്ലോ, നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലം എന്നുള്ളതിൻ്റെ ഒരു ഫ്യൂച്ചർ വാല്യൂ ആണ്. നമ്മൾ ആദ്യം കണ്ടു കർത്താവ് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം സോദോമിൽ നിനക്ക് നഷ്ടപ്പെട്ടത് നീ വിചാരിക്കേണ്ട, ഐ ആം യുവർ റിവാർഡ് എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത് അബ്രഹാം ചോദിക്കുകയാണ്, കർത്താവെ, നീ എൻ്റെ പ്രതിഫലമാണെന്ന് പറഞ്ഞെങ്കിൽ നീ എനിക്ക് എന്ത് തരും എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ ഹാർട്ട് ഫെൽറ്റ് ക്രൈ ബോൺ ഫ്രം എ ഡീപ്ലി പെയിൻഫുൾ റിയാലിറ്റി. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന ഒരു വിഷയത്തുള്ളതായിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായിരിക്കുന്ന ചോദ്യമാണ്. വാസ്തവത്തിൽ നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുക, അബ്രഹാം പല പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ അത് എഴുതിയിട്ടുണ്ട്, എവിടെയോ ചോദിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ദൈവത്തോട് ചോദിക്കുന്നത് തെറ്റാണോ? അല്പ കംപ്ലൈൻ്റ് ഒക്കെ ദൈവത്തോട് പറയുന്നത് തെറ്റാണോ? ഒരിക്കലും അല്ല. നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ കേട്ടോ, ദൈവത്തോട് കംപ്ലൈൻറ്റ്, നീ എന്താ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത്? ചിലപ്പം എനിക്ക് ഭയങ്കര സുഖമില്ലെങ്കിൽ എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുന്നത് തെറ്റാണോ? ഒരിക്കലും അല്ല. അബ്രഹാം ചോദിച്ചിട്ടുണ്ട്. അബ്രഹാം ഇവിടെ മാത്രമല്ല, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അബ്രഹാം ചോദിച്ചിട്ടുണ്ട്, എത്രയോ ദൈവദാസന്മാർ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമൊന്നുമല്ല കേട്ടോ, ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമൊന്നുമല്ല. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്. അതാണ് നമുക്ക് വാസ്തവത്തിൽ ഇവിടെ മനസ്സിലാകുന്നത്. നമുക്ക് അബ്രഹാം ഈസ് ബ്രിങ്ങിങ് എ പോയിന്റ്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അബ്രഹാം ഒരു കാര്യം ചോദിക്കാൻ ഫ്രം ഹിസ് ഹാർട്ട്, ആൻഡ് ഹീസ് ക്ലിങ്ങിങ് to God's promise. So this act of asking and receiving from God is integral to a life of faith. ദൈവത്തോട് ചോദിക്കണം, ദൈവത്തോട് അല്പം കംപ്ലൈൻ്റ് ഒക്കെ പറയണം. കിട്ടുന്നില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത്. ദൈവത്തോട് പറഞ്ഞില്ലേ പിന്നെ ആരോടാ പറയുന്നല്ലേ? ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്തില്ലേ പിന്നെ ആരോടാ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? ശരിയല്ലേ ഞാൻ പറയുന്നത്? ദൈവത്തോടെ കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. വേറെ ആരുടെയും കംപ്ലൈൻറ്റ് ചെയ്താൽ മനുഷ്യർക്കാർക്കും പല കാര്യങ്ങളും മനസ്സിലാവത്തില്ല. ഇതൊക്കെയാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്യാം, ആൻഡ് വി ഷുഡ് ഡു ദാറ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തോട് എപ്പോഴും പറയാനായിട്ടുള്ളതായിരിക്കുന്ന അവകാശമുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ ഈ 2-ാം വാക്യത്തിൽ അവിടെ ദമ്മേശക്കുകാരനായിരിക്കുന്ന ഈ എലിയാസർ എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തിയെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവൻ ആ നാളുകളിൽ അവിടെ പുത്രന്മാരെ ഇല്ലാത്തവർക്ക്, എന്ന് വെച്ചാൽ പിന്നെ തലമുറകളില്ലാത്തവർക്ക് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളതായിരിക്കുന്ന സെർവൻസ്, അവരെ ആണ് അവർക്ക് അവകാശം കൊടുക്കുന്നതായിരിക്കും ഒരു ആചാരം അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദമ്മേശക്കാരൻ എലിയാസർ ആണ് അവകാശം എന്ന് പറഞ്ഞാൽ നല്ല ദാസന്മാരായിരിക്കുന്നവർക്ക് അവരെ അവകാശം കൊടുത്ത് അവരെ മക്കളായിട്ട് സ്വീകരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ നിലയിൽ എലിയാസറാണ് എന്ന് പറയാം. ഇനി ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ ഇസഹാക്കിന് ഒരു ബ്രൈഡിനെ കാണാനായിട്ട് പോകുമ്പോൾ ഒരു
ഒരാൾ പോകുന്നുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് അത് എലിയാസർ ആണെന്നാണ്. എലിയാസർ തന്നെയാണ്. നമ്മൾ മലയാളത്തിൽ എലയാസർ എന്ന് പറയും. എനിക്ക് തോന്നുന്നു എലിയാസർ എന്നാണ് എഴുതിയേക്കുന്നത്. എനിക്ക് നോക്കട്ടെ, എലിയാസർ എന്ന് എഴുതിയേക്കുന്നത്. എലിയാസർ എന്ന് പറയും. അപ്പം എലിയാസർ ആണ് വാസ്തവത്തിൽ പിന്നെ പോകുന്നത് എന്ന് നമ്മൾ പറയും. മേ ബി കറക്റ്റ് ആയിരിക്കാം, മേ ബി നോട്ട് കറക്റ്റ്. അതിൻ്റെ കൃത്യമായ ഒരു തെളിവ് നമുക്ക് ദൈവവചനത്തിലില്ല എന്നുള്ളതാണ്. പേര് വെളിപ്പെടുത്താത്ത ഒരു ദാസനാണ് എന്ന് മാത്രം. സാധാരണഗതിയിൽ അത്തരം പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ചെയ്യുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ദാസനായിരിക്കണം. ചില വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഇദ്ദേഹമാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഹി ക്യാൻ ബി ഓർ ഹി കനോട്ട് ബി. കാര്യം അവിടെ അതിന് മറ്റ് ഒരു തെളിവുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഈ എലിയാസറും വാസ്തവം ഇവിടെ വന്ന് മറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പേരൊന്നും കാണുന്നില്ലെങ്കും, ഈ വ്യക്തിയെ കാണുന്നില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്നു 24 അദ്ദേഹം തന്നെ ആവണം എന്ന് യാതൊരു നിയമവും ഇല്ല. ഇറ്റ് ക്യാൻ ബി അനദർ പേഴ്സൺ ഓൾസോ. 24 കഥ എല്ലാവർക്കും അറിയാലോ, അല്ലയോ? അബ്രാഹാമിൻ്റെ മകനായിരിക്കും ഇസഹാക്കിന് വേണ്ടി ഒരു ബ്രൈഡിനെ നേടാനായിട്ട് തൻ്റെ ദാസനെ അയക്കുന്നതായിരിക്കുന്ന രംഗം. ആ ദാസൻ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഇനി 4 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേട്ടോ. അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതാ ഈ വാസ്തവത്തിൽ ഇവിടെ ഈ വാക്യത്തിൽ 4-ാം വാക്യത്തിൽ അവൻ നിന്റെ അവകാശിയാകയില്ല എന്ന് പറയുന്നത് 2-ാം വാക്യത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ല. 2-ാം വാക്യത്തിൽ അവൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്ന് പറയുന്നതിന്റെ നമ്മൾ 2-ാം വാക്യത്തിൽ കാണുന്ന അവൻ നിന്റെ അവകാശിയാകയില്ല എന്ന് പറയുന്നുണ്ട്, അല്ലേ? എലിയാസർ നിന്റെ അവകാശിയാകയില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് പറയാം. സോ 4-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിന് ഒരു ഫർദർ പ്രോമിസ് കൊടുക്കുക, അല്ലേ? ദ ഫെയ്ത്ത് ദാറ്റ് ഇസ് പ്രോമിസ് കൊടുക്കുകയാണ്. എന്താ പ്രോമിസ്? നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാട്. അതാദ്യമായിട്ട് അബ്രഹാമിനോട് പറയാം. അബ്രഹാമിനോട് ഇതിനു മുമ്പ് പറഞ്ഞതാണ്, പൊടി പോലെയൊക്കെ ആക്കും, ഭൂമിയിലെ പൊടി എണ്ണാൻ കഴിയും, എണ്ണാനൊക്കെ പറഞ്ഞതാ. ഇവിടെ വെച്ച് പറഞ്ഞു അത് എണ്ണുന്നത് എലിയാസറിന്റെ മക്കളല്ല, നിന്റെ തന്നെ സ്വന്തം മക്കളാവും എന്ന് പറഞ്ഞു. അബ്രഹാം അത് വിശ്വസിച്ചു. നമുക്കറിയാം, നമ്മൾ അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിനെ നീതീകരിച്ച വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിയാം, അബ്രഹാമിന് വാർദ്ധക്യമായി, ഭാര്യയ്ക്ക് പ്രായമായി, അപ്പോഴും അസാധ്യം എന്ന വിഷയത്തിൽ അബ്രഹാം വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മളവിടെ ഞാൻ മാനുഷികം വേഴ്സസ് ദൈവികം എന്നുള്ളതായിരിക്കുന്ന ഒരു പോയിന്റ് മാത്രം എഴുതിയിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ സൊല്യൂഷൻസ് എപ്പോഴും എങ്ങനെയാണ്? അവർ സൊല്യൂഷൻസ് ആർ ഓൾ നമുക്ക് അറിയാവുന്ന. ഇപ്പൊ ഇവിടെ വരണമെങ്കിൽ ഒന്നീ കാർ അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ലോറി, ഇതൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. ദൈവത്തിന് ഇത് മാത്രമുള്ള സൊല്യൂഷൻ. കോടാനുകോടി സൊല്യൂഷൻസ് വേറെ ഉണ്ടല്ലേ? ഉണ്ടോ ഇല്ലയോ? ദൈവത്തിന് സൊല്യൂഷൻസ് വേറെയുണ്ട്. അപ്പൊ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ നിന്റെ ഉദരത്തിൽ നിനക്ക് തന്നെ ഒരു കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞപ്പോ മാനുഷികമായി അസാധ്യമാണെങ്കിലും ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് സാധിക്കും എന്നുള്ളതായിരിക്കുന്ന ആ വിശ്വാസം, അസാധ്യം സാധിക്കും എന്നുള്ളതായിരിക്കും വിശ്വാസം. 5-ാമത്തെ വാക്യത്തിൽ അവനെ പുറത്തു കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ ആകാശത്തേക്ക് നോക്ക്, നക്ഷത്രങ്ങൾ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു, നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അതാണ്. അപ്പം 5-ാം വാക്യത്തിൽ ആ കാര്യം തന്നെ, നിനക്ക് സ്വന്തം മക്കളുണ്ടാവുന്ന മാത്രമല്ല, ആ മക്കള് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകും എന്നുള്ളതാണ്. ഇതിനു മുമ്പ് പറഞ്ഞ പൊടി പോലെ ആകും എന്ന് പറഞ്ഞ. അപ്പൊ വാസ്തവം നമ്മൾ അന്ന് ഓർത്തതാണ്, വാസ്തവത്തിൽ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് നമുക്കറിയാം വലിയൊരു ജാതി അല്ലേ, അറബികള്, പിന്നെ ഇസ്രയേൽ അഥവാ യഹൂദന്മാര്. പിന്നെ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ നമ്മൾ അഥവാ വിശ്വസിക്കുന്ന നാം എല്ലാം അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി ദാറ്റ് വിൽ ബി കൗണ്ട്ലെസ്, സന്തതി അസംഖ്യം സന്തതികൾ ആകും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറയുമ്പം അബ്രഹാമിന് മക്കളില്ല, സാറയ്ക്ക് മക്കളുണ്ടാവാനായിട്ട്
നല്ല കാലത്ത് പറ്റിയില്ല, ഇപ്പൊ വയസ്സുമായി. അപ്പൊ അത് സാറയ്ക്ക് പിള്ളേരുണ്ടാവത്തില്ല, അബ്രഹാമിന് ഉണ്ടാകത്തില്ല. പക്ഷേ അബ്രഹാം വിശ്വസിച്ചു എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭൗതികമായിരിക്കുന്ന നമ്മുടെ ആത്മീയം വേണ്ട, ഭൗതികം ഞാൻ പറയാം, ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിലും നമ്മൾ എപ്പോഴും നമ്മുടെ കാൽക്കുലേഷൻ എപ്പോഴും നമ്മൾ മനുഷ്യനാൽ സാധ്യമായത് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ മെനി തിങ്സ് ആർ നോട്ട് പോസിബിൾ, അല്ലേ? മെനി തിങ്സ് ആർ നോട്ട് പോസിബിൾ. നമ്മളിന്ന് മഴക്കാലമാണല്ലോ, എത്ര പേരെ ഇവിടെ വന്നിന്ന് നല്ലൊരു കൂട്ടം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചു മുമ്പ് ചിന്തിച്ചതാണ് ഇന്നെങ്ങനെയാ വരുന്ന മീറ്റിംഗ് നടക്കുമെന്ന് ചിന്തിച്ചു. ദൈവത്താൽ എല്ലാം സാധ്യമാണ്, അല്ലേ? ദൈവത്താൽ പലതും സാധ്യമാണ്, പലതല്ല എല്ലാം സാധ്യമാണ് എന്നുള്ളതാണ്. അസംഖ്യ സന്ധ്യ ഉണ്ടാകും എന്നുള്ളത് 6-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. എന്താ കണ്ടേ? അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ്. ആ വാക്യം നമ്മൾ പുതിയ നിയമത്തിൽ പല സ്ഥലത്ത് കാണും. റോമാലേഖനത്തിലുണ്ട്. റോമാലേഖനം 4:3, ഗലാത്യ ലേഖനം 3:6, യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2:23, ഇവിടെയൊക്കെ ഇതേ ഭാഗം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർത്തതുപോലെ രണ്ട് കാര്യങ്ങളും മനുഷ്യനാൽ അസാധ്യമാണ്, പക്ഷേ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു എന്നുള്ളതാണ്. സോ ഇനി ഈ നീതിയായി കണക്കിട്ടു എന്ന് പറയുമ്പം എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ, അത് വാസ്തവത്തിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിൽ നമുക്ക് പോകാൻ സമയമില്ല. പക്ഷേ ഓരോ കാലഘട്ടത്തിലും ദൈവം നീതീകരിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം, അത് ഓരോരുത്തരും രക്ഷയ്ക്ക് മുഖാന്തരമാകുന്നത് ഡിസ്പെൻസേഷണൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ന് നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാ പറയാമോ? നമ്മൾ ഇന്നെങ്ങനെ നീതീകരിക്കപ്പെടുന്നത്? എന്തോ പെട്ടെന്ന് പറ, എനിക്ക് കേട്ടൂടാ. എന്തോ? ക്രിസ്തു മുഖാന്തരം. ക്രിസ്തു മുഖാന്തരമുള്ള ശരി തന്നെ, തീർച്ചയായിട്ടും. കുറച്ചുകൂടെ സ്പെസിഫിക് എന്താ? വിശ്വാസത്താലാണ്. എന്ത് വിശ്വാസം? എന്താ വിശ്വാസം? എന്താ? പ്രായശ്ചിത്ത യാഗത്താലാണ് നമ്മളെ ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണമാണ് എല്ലാവരെയും രക്ഷിക്കുന്നത്. അതിന് സംശയമൊന്നുമില്ല, അല്ലേ? കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിലെ മരണമാണ്. പക്ഷേ അത് ഓരോരുത്തരിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, കണക്കിടുന്നത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു എന്നൊരു വാക്യം നിങ്ങൾക്കറിയാമോ? നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ വിശ്വസിച്ചു, പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നീതീകരിക്കപ്പെടുമോ? നീതീകരിക്കപ്പെടത്തില്ല. അപ്പം വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അപ്പം നമ്മെ നീതീകരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തുവരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഇനി പഴയ നിയമത്തോട് ചെന്നാൽ നമ്മുടെ സമയമില്ലല്ലോ, അല്ലേ? നമ്മൾ നോക്കിയാൽ പഴയ നിയമത്തിൽ ഈ ലോ അഥവാ ന്യായപ്രമാണ യുഗത്തിൽ ന്യായപ്രമാണം കൊണ്ട് ആരെയും നീതീകരിക്കാൻ സാധിക്കുമോ? സാധിക്കത്തില്ലെന്ന് പിന്നെയും പറഞ്ഞിട്ടുണ്ടല്ലോ. ന്യായപ്രമാണം ആരെയും നീതീകരിക്കത്തില്ല. പക്ഷേ അവിടെയും വിശ്വാസത്താലാണ് നീതീകരണം, അല്ലേ? വിശ്വാസത്താലാണ് നീതീകരണം. അതുകൊണ്ട് ന്യായപ്രമാണ യുഗത്തിലുള്ള ആരും സ്വർഗത്തിൽ കാണത്തില്ല. തീർച്ചയായിട്ടും കാണും. അവര് ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് അവർ തയ്യാറാകുകയും ന്യായപ്രമാണത്തിലൂടെ ഉള്ളതായിരിക്കും കർത്താവായ യേശുക്രിസ്തുവിനെ അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് വിശ്വസിക്കുകയൊക്കെ ചെയ്താൽ വിശ്വാസത്താൽ, അല്ല, ന്യായപ്രമാണം കൊണ്ട് ആരെയും നീതീകരിക്കാൻ സാധ്യമാകുകയില്ല എന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവിടെയും നീതീകരിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിനെ നീതീകരിച്ച എന്താ? തൻ്റെയും അസാധ്യമായിരിക്കുന്ന ഒരു വിശ്വാസമാണ്. എന്താ വിശ്വാസം? ഈ വാർദ്ധക്യത്തിൽ തനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാകും. എന്നിട്ട് എന്തുണ്ടാകും? ആ കുഞ്ഞിന് അവർക്ക് പൊടി പോലെ, അല്ല, നക്ഷത്രങ്ങളെ പോലെ, നക്ഷത്രങ്ങളുടെ നമ്പർ പോലെ കുഞ്ഞുങ്ങളുണ്ടാകും എന്നുള്ളതായിരിക്കുന്ന വിശ്വാസം. അപ്പം വിശ്വാസത്താല നീതീകരണം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു രക്തത്താലാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് വേറെ യാതൊരു മാർഗവും ഇല്ല.
ഒരാള് കർത്താവായ യേശു ഉയർത്തെഴുന്നേൽപ്പിൽ മാത്രം വിശ്വസിച്ചാലും മതിയാകുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണമാണ് എല്ലാവരെയും രക്ഷിക്കുന്നത്. പക്ഷേ അത് ഓരോ യുഗങ്ങളിലുമുള്ളവർക്ക് അത് കണക്കിടപ്പെടുന്നതിന് വ്യത്യസ്തതയുണ്ട് എന്ന് മാത്രം. അബ്രഹാമിനെ സംബന്ധിച്ചത്, അബ്രഹാമിനെ നീതീകരിച്ചത് ഈ വിശ്വാസമാണ്. പഴയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും അവരവരുടെ കാലഘട്ടത്തിൽ അവരവരുടെ ദൈവം ഇടപെട്ടതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇയ്യോബിനെ നീതീകരിച്ചത് വ്യത്യസ്തമായ നിലയിലായിരിക്കണം. അല്ലാതെ ഇയ്യോബിന് ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചിരുന്ന ആളല്ലല്ലോ, അല്ലേ? ന്യായപ്രമാണ യുഗത്തിൽ വ്യത്യാസം, അതുപോലെ കൃപായുഗത്തിൽ വ്യത്യാസം. കൃപായുഗത്തിൽ നാം നീതീകരിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നാം നീതീകരിക്കപ്പെടുന്നത്. മതിയല്ലേ? സോ ഇനി 7-ാം വാക്യം മുതൽ അത് അത്രയും കുഴപ്പമില്ലല്ലോ, അല്ലേ? എന്തെങ്കിലും ഉണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ? സജഷൻസോ എന്തെങ്കിലും? ഓക്കെ. ഇനി ഓക്കെ. 7-ാം വാക്യം മുതൽ 15-ന്റെ 7-ാം വാക്യം മുതൽ 7-ാം വാക്യം വായിച്ചാട്ട്. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാൻ ആകുന്നു എന്ന് അരുളി ചെയ്തു. നീ 8 കൂടെ വായിച്ചോ. കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. അതാ 7-ാം വാക്യം മുതൽ നമുക്ക് ദേശം കൈവശമാക്കും എന്നതിൻ്റെ ഉടമ്പടിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പുരാതന ആചാരങ്ങൾ, ആ നാളുകളിൽ ഉള്ള ആചാരങ്ങൾ, എബ്രായ ഭാഷയിൽ മേക്കിംഗ് എ കവനന്റ്, കരാത്ത് ബ്രിത്ത് എന്ന വാക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, മേക്കിംഗ് എ കവനന്റ്, അതിൻ്റെ അർത്ഥം, ആ കരാത്ത് ബ്രിത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കട്ടിംഗ് എ കവനന്റ്, ഡയറക്ട്ലി റിഫ്ലക്റ്റിംഗ് ദിസ് ഏൻഷ്യൻ പ്രാക്ടീസ്. പണ്ട് കാലങ്ങളിൽ ആ നാടുകളിൽ ഇന്നത്തെ കൂട്ട് എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ള എഗ്രിമെൻ്റ് ഒന്നും അല്ലല്ലോ. ആ നാളുകളിൽ മൃഗങ്ങളെ അറുത്താണ് ഈ 2 വ്യക്തികൾ തമ്മിലുള്ളതായിരിക്കുന്ന ഉടമ്പടി സ്ഥിരീകരിക്കുന്നത്. ആ ഉടമ്പടി മേക്കിംഗ് എ കവനന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം കട്ടിംഗ് എ കവനന്റ് ഓർ കട്ടിംഗ് എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം കട്ടിംഗ് എ കവനന്റ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടാൽ ഇത് 2 പാർട്ടി ഉണ്ടല്ലോ, ഇല്ലേ? ആരെങ്കിലും തൻ്റെ ഭാഗം ചെയ്തില്ലെങ്കിൽ ഹിസ് ഫെയ്റ്റ് വിൽ ബി ദ സെയിം എന്ന അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ആരെങ്കിലും ഇപ്പോൾ മൃഗത്തെ അറുത്തിട്ടിട്ട് ആ മൃഗത്തെ ഇടുമ്പോൾ അവർ പറയുന്നത്, ആരാണ് അവിശ്വസ്തരായിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ഉള്ള അവരുടെ ഭാവി എന്ന് വെച്ചാൽ അവരുടെ ഫെയ്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ മൃഗത്തെ കൂട്ടായിരിക്കും. ഹി വിൽ ബി കട്ട് എന്ന, അവരെ കട്ട് ചെയ്യും എന്നുള്ള അർത്ഥമല്ല, ബട്ട് ദാറ്റ് വിൽ ബി ഹിസ് ഫെയ്റ്റ് എന്നുള്ളത് മനസ്സിലായല്ലോ, അല്ലേ? മനസ്സിലായോ? കട്ടിംഗ് എ കവനന്റ് എന്ന വാക്ക് അഥവാ കവനന്റ് എന്നുള്ളതിൻ്റെ അർത്ഥം, കരാത്ത് ബ്രിത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കട്ടിംഗ് എ കവനന്റ് എന്നാണ്. Ancient Near Eastern covenants were often ratified by cutting animals, signifying that the unfaithful party would suffer a similar fate. പുരാതന മധ്യ പൗരസ്ത്യ ഉടമ്പടികൾ പലപ്പോഴും മൃഗങ്ങളെ വെട്ടിയാണ് അംഗീകരിച്ചിരുന്നത്. അവിശ്വസ്ത കക്ഷിക്കും സമാനമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അല്ലേ? ക്ലിയർ ആണല്ലോ, അല്ലേ? ഇനി സാധാരണ ഏത് ഉടമ്പടിക്കും 4 ഭാഗങ്ങളാണുള്ളത്. ഇന്നുണ്ടാക്കുന്ന ഉടമ്പടിക്കും 4 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗം ഫോർമുലൈസിങ് ദ കവനന്റ് പാർട്ട്നേഴ്സ്, അല്ലേ? കവനന്റ് പാർട്ടീസിനെ ഫോർമുലൈസ് ചെയ്യണം, ഉടമ്പടി കക്ഷികളെ നിശ്ചയിച്ചുറപ്പിക്കണം. ദാറ്റ് ഈസ് ദെയർ. ഇപ്പം നമ്മൾ എഴുതുമ്പോൾ, ഒരു എഗ്രിമെന്റ് എഴുതുമ്പോൾ ആദ്യം ഇന്ന ആള് 2 പാർട്ടി ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് എഗ്രിമെന്റ് എഴുതല്ലേ? എഗ്രിമെന്റ് കണ്ടിട്ടുണ്ടല്ലോ, കാണാത്ത ആരെങ്കിലും പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. എല്ലാവരും എഗ്രിമെന്റ് ഉണ്ട്, ഏതെങ്കിലും എഗ്രിമെന്റ് കണ്ടിട്ടുണ്ട്. സാധാരണ റെന്റ് എഗ്രിമെന്റ് കണ്ടിട്ടുണ്ടാവും. അവിടെ ആദ്യം ടെനന്റ് ആരാണ്, ലാൻഡ് ലോഡ് ആരാണ് എന്നൊക്കെ കൃത്യമായിട്ട് എഴുതും. 2, നമ്മൾ ഉടമ്പടി ഒരുക്കും, അല്ലേ? വി വിൽ മേക്ക് എ കവനന്റ് എന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് എഗ്രിമെന്റ് എഴുതും. 3, അതിൻ്റെ അകത്ത് വ്യവസ്ഥകൾ വെക്കും, ഉടമ്പടി വ്യവസ്ഥകൾ വെക്കും, അല്ലേ? 3, കവനന്റ് കണ്ടീഷൻസ്.
ആൻഡ് ഫോർമൽ അക്സെപ്റ്റൻസ് ഓഫ് ദ കവനന്റ്. ഉടമ്പടിയുടെ ഔപചാരിക അംഗീകാരം നമ്മൾ സൈൻ ചെയ്ത് വേണേൽ രജിസ്റ്റർ ചെയ്യും. അതൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇത് ചെയ്യുന്ന കാര്യം തന്നെ ഫോർമലൈസിങ് ദ കവനന്റ് പാർട്ട്നേഴ്സ്. ഉടമ്പടി കക്ഷികളെ നിശ്ചയിച്ചുറപ്പിക്കും, ഉടമ്പടി ഒരുക്കും, ഉടമ്പടി വ്യവസ്ഥകളൊക്കെ രേഖപ്പെടുത്തും. അതിൻ്റെ അകത്ത് എന്നിട്ട് അത് ഔപചാരികമായി നമ്മൾ എഗ്രി ചെയ്യും. അതാണല്ലോ നമ്മൾ സാധാരണ ഏത് എഗ്രിമെൻറ്റും അങ്ങനെ തന്നെ അല്ലേ? നമുക്ക് ഇവിടെയും ഈ ഭാഗത്തും നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. കല്യാണം പോലും അങ്ങനെ തന്നെ, അത് തന്നെ. അപ്പോൾ എല്ലാ ഉടമ്പടിയും അങ്ങനെ തന്നെയാണ്. നമ്മൾ എഴുതി അത് അത് നമ്മൾ ആരൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള എല്ലാം കൃത്യമായിട്ട് എഴുതും. ഇവിടെയും നമുക്കത് കാണാനായിട്ട് സാധിക്കും. 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടോ? അവിടെ 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദേ പട്ടണം ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടെന്ന് യഹോവ ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത് നമ്മൾ ഈ അബ്രഹാമിനോടുള്ളതായിരിക്കുന്ന എല്ലാ ഇതിനു മുമ്പുള്ള പ്രോമിസസും, ഇത് മാത്രമല്ല എല്ലാ പ്രോമിസസും വാസ്തവത്തിൽ ദാറ്റ് ഇസ് വൺ സൈഡഡ് അല്ലേ? ദർ ഇസ് നോ ടു സൈഡ്സ്. അബ്രഹാമിനോട് പറഞ്ഞില്ല നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് മക്കളെ തരാമെന്ന് പറഞ്ഞില്ല, നീ ഒന്നും പറഞ്ഞില്ല. ഇറ്റ്സ് ഓൾ വൺ സൈഡഡ്. അബ്രഹാമിനോടുള്ളതായിരിക്കുന്ന അബ്രഹാമിനോടുള്ളതായിരിക്കുന്ന ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദാറ്റ് ഇസ് വൺ സൈഡഡ്. മോശയോട് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്. മോശയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ അനുസരിച്ചില്ലെങ്കിലോ നിങ്ങളെ ഞങ്ങൾ അടിമകളെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ കൊണ്ട് മാത്രം നിർത്തിയില്ല കേട്ടോ. നമ്മൾ പിന്നെ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം അവിടെ വാസ്തവത്തിൽ മോശമുള്ള പിന്നെ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അവര് കനാൻ നാട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് എല്ലാ ജാതികളെയും വിട്ടില്ല. ദൈവം തന്നെ, കർത്താവ് തന്നെ പറഞ്ഞു നീ കുറച്ചുപേർ അവിടെ കിടക്കട്ടെ. കാര്യം വല്ലപ്പോഴും ഒക്കെ ഇവര് കർത്താവിൽ നിന്ന് മാറുമ്പോൾ, ദൈവത്തിൽ നിന്ന് മാറുമ്പോൾ ഒന്ന് കുത്താനായിട്ട് കുറെ പേരെയൊക്കെ കൊണ്ടുവന്ന് ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, എന്നാൽ അബ്രഹാമിക് കവനന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി വൺ സൈഡഡ്, വേർ ഗോഡ് ഈസ്. നമ്മളുള്ള കവനന്റും അങ്ങനെ തന്നെ കേട്ടോ. നമ്മളുള്ള കവനന്റും വൺ സൈഡാണ്. നമ്മുടെ ഭാഗത്തുള്ളതായിരിക്കും എന്തെങ്കിലും കൊണ്ടാണോ നമ്മൾ ഈ രക്ഷയിലേക്ക് വന്നത്? അല്ല. നമ്മുടെ കവനന്റും കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിലെ കവനന്റും ദാറ്റ്സ് ഓൾസോ വൺ സൈഡഡ്. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു കാര്യം എഫേസ്യ ലേഖനത്തിലുണ്ട്. എന്തറിയാമോ? കൃപയാലുള്ള നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. അത് ഭയങ്കര വാക്യം കേട്ടോ. എന്ന് വെച്ചാൽ എന്തറിയാമോ? ഞാൻ ആകപ്പാടെ ചെയ്ത് രക്ഷയ്ക്കായിട്ട് ഞാൻ ആകപ്പാടെ ചെയ്തെന്തുവാ? വിശ്വസിച്ചുള്ള. എന്നിട്ട് ലേഖനകാരൻ പറയുക, അയ്യോ അത് നിന്റെ കാര്യമൊന്നുമല്ല കേട്ടോ, നിനക്ക് ദൈവം തമ്പുരാൻ വിശ്വസിക്കാനായിട്ട് നിനക്ക് തന്നതാ. കൃപയല്ല നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടും, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ. അപ്പം ഞാൻ പറയുന്നത് അതുപോലും എൻ്റെതായിട്ടില്ലെന്നുള്ളതാണ്. അതുപോലും എൻ്റെതായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കർത്താവായ യേശു കാൽവറി ക്രൂശിലെ യാഗം, ദാറ്റ് കവനന്റ് ഈസ് ഓൾസോ വൺ സൈഡഡ്, വേർ മൈ പാർട്ട് ഈസ് സീറോ. അത് അബ്രഹാമിനെ സംബന്ധിച്ച് അത് വളരെ ഫാക്ട്, അതൊരു വസ്തുതയാണ്. ഇനി 7-ാമത്തെ വാക്യത്തിൽ അവിടെ ഉടമ്പടിയിലെ 2 കക്ഷികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, യഹോവ തൻ്റെ അഡ്രസ്സ് പറയുക. എന്താ പറഞ്ഞറിയോ? അബ്രഹാമിനെ ഊർ ദേശത്ത് കൊണ്ടുവന്ന ദൈവമായ യഹോവ, ഞാൻ സ്വർഗത്തിലെ ദൈവം എന്നുള്ളതല്ല നിന്നെ. അപ്പോൾ കൃത്യമായിട്ട് ദൈവം തന്നെ പറയുകയാണ്, ഞാൻ ഊർ ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയാണ്. 2-ാമത്തെ പാർട്ടി അവിടെയുണ്ട്. അവിടെ എന്താ? കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് വന്ന അബ്രഹാം. 2 പേരുടെയും പേര് അതിനകത്തുണ്ട് അല്ലേ? ഉണ്ടോ? 15-ാം അധ്യായത്തിന് 7-ാം വാക്യത്തിൽ കൽദയ പട്ടണമായ ഈ ദേശത്ത് നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണം ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ എന്ന് പറയുന്നത് 2 ഉണ്ട്. ഒന്ന്, യഹോവയായ ഞാൻ ഏത് യഹോവയാണെന്ന് ചോദിച്ചാൽ നിന്നെ കൊണ്ടുവന്ന യഹോവയാണ്. അതേസമയം തന്നെ ഓൺ ദി അതർ സൈഡ് അവിടെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് വന്ന അബ്രഹാം. അപ്പം 2 കക്ഷികളെയും കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ 7-ാം വാക്യത്തിൽ. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഉടമ്പടി കക്ഷികളെ നിശ്ചയിച്ച് ഉറപ്പിച്ചു, ഫോർമലൈസ് ഇൻ ദ കവനന്റ് പാർട്ട്നേഴ്സ്. 2, 8-ാം വാക്യത്തിൽ അവിടെ വീണ്ടും അബ്രഹാം ഒരു ചോദ്യം ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? അത് കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയും എന്ന് അവൻ ചോദിച്ചു അല്ലേ? അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ ദൈവം അവനോ അതൊരു ഉത്തരം കൊടുക്കുക. അവന് മനസ്സിലാകുന്ന ഭാഷയിൽ, അവന് മനസ്സിലാകുന്ന രീതിയിൽ, അവന് മനസ്സിലാവണമല്ലോ അല്ലേ? മനസ്സിലാകുന്ന രീതിയിൽ കൊടുക്കുന്നതായിരിക്കുന്ന ഒരു കവനന്റ് ആണ് നമുക്ക് കാണാനായിട്ട് ഇവിടെ കാണുന്നത്. അതിൻ്റെ 2-3 കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയാം. ഒന്ന്,
നമ്മൾ 8-ാം വാക്യത്തിൽ കാണുന്നതായിരിക്കുന്ന ഈ ചോദ്യം ഉണ്ടല്ലോ, എന്തൊന്നിന് അറിയാം എന്നുള്ളത്, അത് നമ്മൾ മുമ്പേ ഓർത്തതുപോലെ തന്നെ വിശ്വാസത്തിന്റെ പീക്കിൽ ഇരിക്കുന്ന സമയം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം, അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ആ സമയത്താണ് അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നത്, ഞാൻ എന്തൊന്നില്ല അറിയാം എന്നുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ മുമ്പേ ഓർത്തതാണല്ലോ അല്ലേ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ, സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ളതായിരിക്കുന്ന അവകാശം ഉണ്ട്. അതിന് യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. So it is not disbelief, but genuine desire for confirmation coming from the heart of a man of God. It is perfectly acceptable to ask God for assurance. God didn't rebuke Abraham. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അബ്രഹാമിന് ഒന്നും പറഞ്ഞില്ല. ദൈവം തനിക്ക് അതിന് ഒരു ആൻസർ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി 9-ാമത്തെ വാക്യം തുടങ്ങി നമ്മൾ വായിച്ചാൽ 9 മുതൽ വായിച്ചാട്ടെ, 9 മുതൽ 12 വരെ വായിച്ചാട്ടെ. അവൻ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു. ഒത്ത നടുവെ പിളർന്നു, ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. അപ്പൊ ഇവിടെ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ദി എഗ്രിമെന്റ്, നമ്മൾ ആദ്യം കണ്ടത് പാർട്ടീസ് ടു ദി എഗ്രിമെന്റ് ആണ്. അവിടെ കൃത്യമായിട്ട് ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ കൽദേ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറഞ്ഞു. അതുപോലെ അബ്രഹാമിനെ സംബന്ധിച്ച് ഊരിൽ നിന്ന് വന്ന അബ്രഹാമാണ്. 2 പാർട്ടിയും അവിടെ കൃത്യമായി മെൻഷൻ ചെയ്തു. ഇനി ഉടമ്പടിയുടെ ഒരുക്കമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ 9-ാം വാക്യത്തിൽ അവിടെ കൃത്യമായ ചില പക്ഷികളെയും അവിടെ കാണാനായിട്ട് സാധിക്കും അല്ലേ. അവിടെ 5 തരം പക്ഷികളെ, മൃഗങ്ങളെയും പക്ഷികളെയും കൂടെ 5 തരം കാണാൻ സാധിക്കും. അതൊക്കെ ലേവ്യ യാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിൽക്കാലത്ത് ഈ ലേവ്യ യാഗങ്ങളിൽ ദൈവം അവർ കൊടുത്തതായിരിക്കുന്ന കൽപ്പനകൾ ഉൾപ്പെട്ടതായിരിക്കുന്ന മൃഗങ്ങളും പക്ഷികളും തന്നെയാണ്. സോ ഇറ്റ് ഫോർഷാഡോസ് ഗോഡ്സ് ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് വിത്ത് ഇസ്രായേൽ മീഡിയേറ്റഡ് ത്രൂ സാക്രിഫൈസ്. ഈ 5 മൃഗങ്ങൾ അവിടെ കണ്ടല്ലോ അല്ലേ. 3 വയസ്സുള്ള പശുക്കിടാവ്, 3 വയസ്സുള്ള കോലാട്, 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ, കുറുപ്രാവ്, പ്രാവും കുഞ്ഞ്, അങ്ങനെയുള്ള 5. ഇതിൻ്റെ എല്ലാം 3 വയസ്സ് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി 3 വയസ്സുള്ളതായിരിക്കുന്നത്. അത് വളരെ പ്രധാനമാണ് കേട്ടോ. അത് വളരെ പ്രധാനമാണ്. God prioritizes the quality of our offerings over the quantity. Therefore, only our best is acceptable to him. നമ്മൾ ദൈവവചനം ആദ്യോടൊന്നും പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും, ദൈവം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ദൈവം ചെറിയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവാണ്. ചെറിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധാലുവാണ്. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഇടുന്ന വസ്ത്രം, നമ്മൾ കൊടുക്കുന്നത്, ഞാൻ അതുകൊണ്ട് എപ്പോഴും ആൾക്കാരോട് പറയും കേട്ടോ, എന്താ അറിയോ, സ്തോത്രാഴ്ച ഇടുമ്പോൾ നല്ല നോട്ട് എടുത്ത് കൊടുക്കണം. കാര്യം ദൈവം അതും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. എന്താ മോനെ വേണ്ടേ നോട്ടാ, ദൈവം അതും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. ഏതെങ്കിലും പഴയ, എനിക്ക് ഇവിടത്തെ പരിചയമില്ല കേട്ടോ, ദുബായ് ഞാൻ കണ്ടിട്ടുണ്ട്, കീറി പറഞ്ഞത് കൊടുക്കാൻ ഒക്കാത്ത നോട്ടൊക്കെ ചുരുട്ടി കൂട്ടിയൊക്കെ സ്തോത്രകാഴ്ച ഇട്ട് ഞങ്ങളുടെ അവിടെ അസംബ്ലിയിൽ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കും. ഇതാണ് കഴിഞ്ഞ ആഴ്ച കിട്ടിയ ഒരു നോട്ട്. നിങ്ങളുടെ അവിടെ കിട്ടിയിട്ടുണ്ടാവും അല്ലയോ? പല പ്രാവശ്യം കിട്ടുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല, ഇനി ചാൾസിനൊക്കെ അറിയാം ഇവിടെയും കിട്ടുന്നുണ്ടോ ചാൾസേ? ചുരുട്ടി കൂട്ടി. ഓക്കെ, ദൈവത്തിന് കൊടുക്കുമ്പം ഞാൻ ചോദിക്കുന്ന കുറഞ്ഞ പക്ഷം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഗോഡ്ലിക്ക് തരുമോ, അല്ലെങ്കിൽ വായിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു സഹോദരന് കൊടുക്കുമ്പോൾ അത് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്തോത്രകാഴ്ച ഇടുമ്പോൾ, ഞാൻ സ്തോത്രകാഴ്ചയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുള്ളൂ, സ്തോത്രകാഴ്ച ഇടുമ്പം ദൈവസന്നിധി നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിന് ഉചിതമായ രീതിയിൽ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല ദൈവത്തിന്. പക്ഷേ കുറഞ്ഞ പക്ഷെ നമുക്കെങ്കിലും ഉചിതമായ രീതിയിൽ നമ്മൾ ദൈവസന്നിധി കൊടുക്കാനായിട്ട് സാധിക്കണം. 2 കാശ് ഇടാനുള്ള കപ്പാസിറ്റി 2 കാശ്, അല്ല 200 കാശ് ഇടാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ 200 കാശ് ദൈവത്തിന് കൊടുക്കണം. ക്വാണ്ടിറ്റി മാത്രമല്ല, ക്വാളിറ്റി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അത് ദൈവം ശ്രദ്ധിക്കും കേട്ടോ. ദൈവസന്നിധി വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചു നന്നായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ദൈവസന്നിധി വരണം. ദൈവം ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്തിനാ ദൈവം അത്ര വലിയ പ്രാധാന്യം? നമ്മൾ ദൈവത്തിനെ ആദ്യോടെ നോക്കിക്കോ, എല്ലാ സ്ഥലത്തും അങ്ങനെയാ. ദൈവസന്നിധിയിൽ ദൈവം ഈസ് ഓൾവേസ് കെയർഫുൾ അബൌട്ട് ദ ക്വാളിറ്റി ദാറ്റ് യു ആർ ഗിവിങ്, നോട്ട് ദ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി നമ്മുടെ മനസ്സിന്
നമ്മുടെ സ്റ്റാൻഡേർഡിനെങ്കിലും, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് വിട്, അത് നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ സ്റ്റാൻഡേർഡിനെങ്കിലും നമ്മൾ കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളത്. ദെർഫോർ ഓൺലി അവർ ബെസ്റ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ഹിം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് 3 വയസ്സുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും പോരെ, അങ്ങനെ പോരാ. അങ്ങനെയാണെങ്കിൽ ചിലപ്പം പ്രായമായതിനെയും ചാവാറായതിനെയും ഒക്കെ കൊണ്ട് കൊടുത്തെന്ന് വരും. പക്ഷേ അബ്രഹാമിനോട് നോ നോ നോ, യു ഹാവ് ടു ബ്രിങ് ഇൻ ആനിമൽസ് ഓഫ് 3 years old. ഇനിയും നമ്മൾ കണ്ടതാണ് ഇൻ കവനന്റ് സെറമണീസ് ദ കട്ടിംഗ് ഓഫ് ആനിമൽസ്. 10ാമത്തെ വാക്യത്തിൽ ഇവയൊക്കെയും പിളർന്ന് ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു എന്നുള്ളതാണ്. Cutting of animals symbolizes a self-imposed punishment. The act of cutting the halves shows that there will be serious consequence if the parties violate the agreement. അത് നമ്മൾ കണ്ടതല്ലേ, കരാർ ലംഘിച്ചാൽ ഇതിങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളത്. കർത്താവിന് വാസ്തവത്തിൽ ദൈവത്തിന് ഇങ്ങനൊരു റിച്വൽ ആവശ്യമില്ലുണ്ടോ? ഈ റിച്വൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അബ്രഹാം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ മതി, ഏട്ടാ ഞാനില്ലേ പറഞ്ഞത്, നീ എന്തിനാ സംശയിക്കുന്നത്? നിന്നെ ഇത്രയും കൊണ്ടുവരാമെങ്കിൽ കൽദയുടെ ഊരിന്ന് ഇവിടം വരെ കൊണ്ടുവരാമെങ്കിൽ പിന്നെ എനിക്കറിയത്തില്ല നിനക്ക് തരാനായിട്ട്. ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിച്ചാൽ മതി എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ദൈവം അവൻ്റെ മനുഷ്യരുടെ ഹൃദയങ്ങളെ അറിയുന്ന ആളാണ്. ദൈവം അവന് ഇവർക്കറിയാവുന്ന റിച്വൽ ചെയ്തു എന്നുള്ളതാണ്. അത് ഭയങ്കര വ്യത്യാസം കേട്ടോ. ഇവർക്ക് മനസ്സിലാവുന്ന ഒരു റിച്വൽ ദൈവം ചെയ്യാനായിട്ട് സമ്മതിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ വളരെ വളരെ പ്രധാന. ഗോഡ് നോസ് അവർ ഹാർട്ട്സ്. ഹി ഡീൽസ് വിത്ത് us individually, knowing our capabilities and limitations. നമ്മളെ അറിയുന്ന ദൈവം എന്നുള്ളത്, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം. അല്ല ദൈവമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നീ കേട്ടോണം എന്നൊന്നും ദൈവം പറയത്തില്ല കേട്ടോ. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ് നമുക്കുള്ളത്. ഇനിയും 11ാം വാക്യത്തിൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നു, അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. റാഞ്ചൽ പക്ഷികൾ എന്ന് പറയുന്നത് വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് അഡ്വേഴ്സറീസ്. അബ്രഹാമിന് അനുഗ്രഹം ലഭിക്കാൻ ഇടയാകാത്ത രീതിയിൽ ഉള്ളതായിരിക്കുന്ന അഡ്വേഴ്സറീസ്. ക്രിസ്തീയ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വി ഹാവ് ടു ഫേസ് അഡ്വേഴ്സറീസ്, അല്ലേ? അഡ്വേഴ്സറീസ് വിൽ കം. അത് ഏത് രീതിയിലാണ് വരുന്നത് ചോദിച്ചാൽ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് വരും. പഠിക്കുന്ന പിള്ളേർക്കൊക്കെ സുഹൃത്തുക്കളായിട്ട് തെറ്റിപ്പോകാനായിട്ട് അഡ്വേഴ്സറീസ് അവരിൽ കൂടെ വരും. ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളത് അവരോട് കണ്ടുപിടിച്ചോണം, കെയർഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ തെറ്റിപ്പോകും എന്നുള്ളതാണ്. സോ റാഞ്ചൽ പക്ഷികൾ വന്നു. അത് അവിടെ എഴുതിയിരിക്കുന്നത്, അതിന് ഞാൻ വിചാരിക്കുന്നത് അത് തന്നെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അബ്രഹാമിന് അനുഗ്രഹം ലഭിക്കാതിരിക്കാനായിട്ടുള്ളതായിരിക്കുന്ന ഉള്ള ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിനെ ഓടിച്ചു കളഞ്ഞു. അത് വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു പെട്ടെന്ന് വായിച്ചു. 13 മുതലാണോ? 13 മുതൽ 16 വരെ. ഇപ്പോൾ അവൻ അബ്രാഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു, ആ ദേശക്കാരെ സേവിക്കും. അത്ര മതി, ഒരു മിനിറ്റ്. അപ്പം 13ാം വാക്യത്തിൽ ബോണ്ടേജ് ആൻഡ് അഫ്ലിക്ഷൻ ഫോർ 400 years അല്ലേ? 400 വർഷം പ്രവാസികളായിരുന്നു, ആ ദേശക്കാരെ സേവിക്കും എന്നാണ്. അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. 14ാം വാക്യം. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടു കൂടി പുറപ്പെട്ടു വരും. അപ്പോൾ പറഞ്ഞു അവരെ വിധിക്കും. നമുക്കറിയാം ഈ 400 സംവത്സരം ഈജിപ്തിൽ ഇവർ പോയ കാര്യം നമുക്കറിയാം. സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിനുശേഷം വളരെ സമ്പത്തോടെ അവർ പുറപ്പെട്ടു വരും. അത് നമുക്കറിയാമല്ലേ. അവർ പോന്നപ്പോൾ അവര് ചോദിച്ചതെല്ലാം കുണുക്കും മറ്റു സാധനങ്ങളെല്ലാം ഈ ആൾക്കാർ കൊടുത്തു. അത് വാസ്തവത്തിൽ അബ്രഹാമിനോടെ പറഞ്ഞതാണ്. അവര് പോരുന്ന സമയത്ത് അവര് ധാരാളം സമ്പത്ത് കൊണ്ട് പോരും എന്ന് വെച്ചാൽ ഈ പോകുന്ന സമയത്ത് അവരെ കൊള്ളയിട്ടിട്ടല്ലേ അവർ പോകുന്നത്, അല്ലേ? ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ കൊള്ളയിട്ടാ പോകുന്നത്. അത് വാസ്തവത്തിൽ അബ്രഹാമിനോട് തന്നെ ദൈവം കൊടുത്തതായിരിക്കുന്ന കാര്യമാണ്. അതാണ്. പിന്നെ 15ാം വാക്യം. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. അതാ അബ്രഹാമിന്റെ പീസ്ഫുൾ ഡെത്ത് അറ്റ് ഓൾഡ് ഏജ്. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിലുള്ള സമാധാനമായിരിക്കുന്ന മരണം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി 16ാം വാക്യം. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമോര്യരുടെ ആക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. അപ്പോൾ പ്രോമിസസ് ദ പൊസഷൻ ഓഫ് ദ ലാൻഡ്. കനാൻ നാടിന്റെ കൈവശാവകാശം ഇവിടെ പറയാ. 4ാം തലമുറ എന്ന് വെച്ചാൽ 400 വർഷം കഴിയുമ്പോൾ അവരവിടേക്ക് മടങ്ങി വരും. അവിടെ പറയുന്ന വേറെ കാര്യം, അമോര്യരുടെ അതിക്രമം തികഞ്ഞിട്ടില്ല എന്ന് പറയാ. എന്ന് വെച്ചാൽ അവിടെയുള്ളതായിരിക്കുന്ന കനാന്യരും അമോര്യരും പെരിസൈറ്റ്സും ഒക്കെ ഉള്ളതായിരിക്കുന്ന ആ നാട്ടിലെ ജനങ്ങളെ
അപ്പൊ തന്നെ ദൈവം നിഗ്രഹിക്കാനായിട്ട് ആഗ്രഹിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ കുറച്ചുകൂടെ ഒന്ന് അതിക്രമത്തിലാണ് അവർ, പക്ഷെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് അതിക്രമിച്ച് അതിക്രമത്തിൽ മുഴുകാനായിട്ട് അവരെ കൊല്ലുന്നതിന് ജസ്റ്റിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ദൈവം ഹി വെയിറ്റഡ്. വൺ ഓഫ് ദ റീസൺസ് എന്ന് ഞാൻ പറയത്തുള്ളൂ. വൺ ഓഫ് ദ റീസൺസ് ഈസ് ദാറ്റ് ദൈവം 400 വർഷക്കാലം അവരെ നിർത്തി. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ 400 വർഷം കൊണ്ട് അവർ ദൈവത്തെ മാത്രം അവർ ഡിപ്പെൻഡ് ചെയ്യാൻ പഠിച്ചു. അത് കഴിഞ്ഞ് വേറെ ഒരു രക്ഷയില്ലാതെ വന്നു. അത് കഴിഞ്ഞ് വിൽഡർനെസ്സിൽ വന്ന് അവർ 40 വർഷം ജീവിച്ചു. അപ്പോഴും ഈ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആഹാരത്തിനും വെള്ളത്തിനും എല്ലാം. അത് കഴിഞ്ഞ് അവിടെ നിയമം കൊടുത്തു. 40 വർഷം ഇവരെ എല്ലാം നിയമം പഠിപ്പിച്ചു. ആ ജനത പോയിട്ട് അടുത്ത തലമുറ യാണ് കനാനിലേക്ക് പോയത്. അപ്പോഴത്തേക്ക് ദൈവം ഒരു ജാതിയെ ദൈവത്തിനായിട്ട് വാർത്തെടുത്തു എന്നുള്ളതാണ്. സോ അത് ആ 400 വർഷം കൊണ്ട് ദൈവം സാധിച്ചതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പുള്ളതായിരിക്കുന്ന ഡിസ്പെൻസേഷനിൽ ഒന്നിലും അത് സാധിച്ചില്ല. ആദ്യത്തെ എല്ലാ യുഗങ്ങളിലും ദൈവം വിചാരിച്ച പോലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല. പക്ഷേ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ഈ 400 വർഷത്തെ കാലം കൊണ്ട് ഒരു ജാതിയെ ദൈവം തനിക്കായിട്ട് വേർതിരിച്ചു എന്നുള്ളതാണ്. ഇനി 17-ാം വാക്യത്തിൽ സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അതെ, അവിടെ നമ്മൾ 2 കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഒന്ന്, അവിടെ അവിടെ 2 കാര്യങ്ങൾ 17-ാം വാക്യത്തിൽ. ഒന്ന് ഫയർ ആൻഡ് സ്മോക്ക് അവിടെ കാണുന്നല്ലേ. ഫയർ ആൻഡ് സ്മോക്ക് 17-ാം വാക്യത്തിൽ പുകയുന്ന തീച്ചൂള, ജ്വലിക്കുന്ന ഒരു പന്തം. ഇത് ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ വിശുദ്ധി, ന്യായവിധി, ഇതൊക്കെയാണ് ഇതിന്റെ പ്രതീകങ്ങളാണ് ബൈബിളിൽ. സ്മോക്കും ഫയറും ഒക്കെ വിശുദ്ധി, ന്യായവിധി, സാന്നിധ്യം എന്നുള്ളതാണ്. ഇനി ഒന്നാമത് നമ്മൾ കാണുന്നത് എന്താ? പുകയുന്ന ഒരു തീച്ചൂള. അത് കഷ്ടതയുടെ, ന്യായവിധിയുടെ ഒരു ചിഹ്നം അല്ലേ. പുകയുന്ന തീച്ചൂള എന്ന് പറയുന്നത് കഷ്ടതയുടെ, ന്യായവിധിയുടെ, ഒരുപക്ഷെ ഈജിപ്തിൽ ഇവരനുഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു 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 ഇൻഡിക്കേഷൻ ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. സ്മോക്കിംഗ് ഫർണസ്. രണ്ടാമത് ബ്ലേസിംഗ് ടോർച്ച്. എന്നാൽ ഈ സ്മോക്കിംഗ് ഫർണസിൽ ഉള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ വിടുതൽ അഥവാ ദൈവത്തിന്റെ രക്ഷയാണ് വാസ്തവത്തിൽ ബ്ലേസിംഗ് ടോർച്ച്. ദാറ്റ് സിംബലൈസസ് ഗൈഡൻസ്, പ്രസൻസ് ആൻഡ് സാൽവേഷൻ, പ്രോമിസിംഗ് ഗോഡ്സ് ലൈറ്റ് ആൻഡ് ഡെലിവറൻസ് ത്രൂ ദോസ് അഫ്ലിക്ഷൻസ്. ഈ കഷ്ടതയിലും ദൈവം അവരെ ആദ്യം കാണിച്ചെന്താ? 2 എണ്ണം കാണിച്ചത്. അതിൽ ഒന്ന് കണ്ടത് എന്താ? സ്മോക്കിംഗ് ഫർണസിന്റെ അനുഭവം, കഷ്ടതയുടെ അനുഭവം. ഇസ്രായേൽ മക്കൾ അതിൽ കടന്നു പോകും. പക്ഷേ അതിലൂടെയും ദൈവം അവരെ വഴികാട്ടി അവരെ വിടുവിക്കുന്നതാണ് ഈ 2 സിംബൽസ് എന്നുള്ളത് കാണാനായിട്ട് മനസ്സിലായല്ലോ അല്ലേ. 17-ാം വാക്യത്തിൽ സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള. ദാറ്റ് ഷോസ്, തീച്ചൂള എന്ന് പറയുന്നത് വാസ്തവത്തിൽ അഫ്ലിക്ഷൻ ആണ്, ജഡ്ജ്മെന്റ് ആണ് അതിന്റെ അർത്ഥം. എന്നാൽ അതിന്റെ മധ്യേയും ജ്വലിക്കുന്ന ഒരു പന്തം എന്ന് വെച്ചാൽ, പന്തം നമുക്കറിയാം വഴികാട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. പന്തം ഉപയോഗിക്കുന്നത് വഴികാട്ടാനായിട്ടല്ലേ, കാണാനായിട്ട്, ടോർച്ച്, ലൈറ്റ്. അത് വാസ്തവത്തിൽ അതിൻ്റെ മധ്യേയും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. നമുക്കും വാസ്തവത്തിൽ നമ്മുടെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. ദൈവം കഷ്ടത മാത്രം തരുന്നവനല്ല, കഷ്ടതയുടെ മധ്യേ ഒരു വിടുതലും ദൈവം നൽകും എന്നുള്ളതാണ്. ഇനി അബ്രഹാം ദൈവത്തോട് ചോദിച്ചതിൻ്റെ സ്പെസിഫിക് ആയിട്ട്, വാസ്തവത്തിൽ അബ്രഹാമിക് കവനന്റ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും അബ്രഹാമിനോട് ദൈവം കൊടുത്തായിരിക്കുന്ന എല്ലാ പ്രോമിസസും അതിനകത്ത് ഉൾപ്പെടുത്തും. ക്യാൻ ബി ട്രൂ ഓൾസോ, ദൈവം അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന എല്ലാ പ്രോമിസസും. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം മാത്രമാണ് ഈ പ്രത്യേകമായിരിക്കുന്ന ഈ എഗ്രിമെൻ്റ് അകത്ത് ദൈവം എഴുതിയത്. പക്ഷേ ഇതിനു മുമ്പുള്ള എല്ലാ പ്രോമിസസും തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇവിടെ ഈ പ്രോമിസിൻ്റെ അകത്ത് ഉള്ളത് എന്താ? 18-ാം വാക്യം, 18-ാം വാക്യം വായിച്ചാൽ മതി. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ എന്നിവരുടെ എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു, എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തു. 21-ാം വാക്യത്തിൽ ഈ ദേശങ്ങളെല്ലാം 10 രാഷ്ട്രങ്ങളെ അവിടെ പറയുന്നുണ്ട്. ഈ 10 ഉണ്ടോ? 10 ഉണ്ട്. 10 രാഷ്ട്രങ്ങളെ അവിടെ കൊടുക്കുന്നുണ്ട്. ഈ 10 ജാതികളെന്ന് പറഞ്ഞാൽ ജാതികളെ ദേശമൊക്കെയും കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം അവിടെ വെച്ച് അവരോട് പറയുകയാണ്. വാസ്തവത്തിൽ
ഈ 10 രാഷ്ട്രങ്ങൾ ഇല്ലസ്ട്രേറ്റ് ദ നീഡ് ഫോർ പൊസഷൻ. ഗോഡ് ഗേവ് ദ ലാൻഡ് ബട്ട് ഇസ്രായേൽ ഹാഡ് ടു കോൺകർ ആൻഡ് പൊസസ് ഇറ്റ്, അല്ലേ? വാസ്തവത്തിൽ ദൈവം അവർക്ക് ഈ സ്ഥലം കൊടുത്തെങ്കിലും അത് അവർ കൈവശമാക്കണം. ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് പറയാല്ലേ, പൊക്കോട്ടെ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും മാറ്റിയിട്ട് വേണം ഇവരെ അവിടെ വെക്കാം, അല്ലേ? ഇനി ഇവരൊന്നും ഇല്ലാത്ത ഈ ഈ ഈ ഷേഖേമിൽ തന്നെ കൊണ്ടുവന്ന്, അല്ലെ ഈ കനാൻ ദേശത്ത് തന്നെ കൊണ്ടുവന്ന നിർബന്ധമുണ്ടോ? അതിനെക്കാട്ടി നല്ല എത്രയോ സ്ഥലങ്ങൾ വേറെ ഉണ്ടായിരുന്നു, ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചാൽ പോരോ? നോനോ, ദൈവം അവരെ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്കിത് അവകാശമായിട്ട് തരാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. നമ്മൾ വാസ്തവത്തിൽ നോക്കിയാൽ യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദേശം ഇവരെ കൈവശമാക്കി എന്ന് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ നോക്കിയാൽ തുടക്കം 1 അധ്യായത്തിൽ തന്നെ അവർ കൈവശമാക്കാത്ത ഒരുപാട് കാര്യങ്ങളും പറയുന്നുണ്ട്, അല്ലേ? അത് ഇപ്പം നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളിപ്പോഴതാ വായിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും വാസ്തവത്തിൽ ഇവര് കൈവശമാക്കാനായിട്ട് അവരോട് കൈവശമാക്കുന്നു എന്ന് പറഞ്ഞിട്ടും കൈവശമാക്കാൻ കൊടുത്തെങ്കിലും അവർക്ക് മുഴുവൻ കൈവശമാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ശലോമോന്റെ കാലത്ത് മാത്രമാണ് വാസ്തവത്തിൽ ഏതാണ്ട് ഒരു എക്സ്റ്റെൻഡ് വരെ ഈ ദേശം അവർക്ക് കൈവശമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. മുഴുവൻ കൈവശമാക്കാൻ എന്നിട്ടും സാധിച്ചില്ല. മുഴുവൻ കൈവശമാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് തിരിച്ചുവരവിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ കണ്ടതായിരിക്കുന്ന കാര്യം, ഉടമ്പടി കക്ഷികളെ നിശ്ചയിച്ചുറപ്പിച്ചു. അതാരാണെന്ന് പറഞ്ഞു? ഉടമ്പടി ഒരുക്കി, ഈ മൃഗങ്ങളെയൊക്കെ ഒരുക്കി, അതിനെ പിന്നെ മുറിച്ചു, വ്യവസ്ഥകളൊക്കെ വെച്ചു, അല്ലേ? വ്യവസ്ഥകളൊക്കെ വെച്ചു. എന്തൊക്കെയാണ് വ്യവസ്ഥകൾ എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് ഔപചാരികമായിട്ട് അംഗീകരിച്ചു, അല്ലേ? അതിൻ്റെ മധ്യേ കൂടെ നടന്ന് ഈ ടോർച്ചും ലൈറ്റും ഒക്കെ കാണിച്ച് അതിൻ്റെ മധ്യേ കൂടെ നടന്ന് ഔപചാരികമായിട്ട് ഉടമ്പടി അംഗീകരിച്ചു എന്നുള്ളതാണ്. അപ്പം അതാണ് അബ്രഹാമിക് കവനന്റ് എന്ന് പറയുന്നത്. അബ്രഹാമിക് കവനന്റ് എന്ന് പറയുമ്പോൾ അബ്രഹാമിനോട് ദൈവം ചെയ്തതായിരിക്കും ഉടമ്പടി എന്നർത്ഥമാണ്. അബ്രഹാമിക് കവനന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ സൈഡഡ്. എല്ലാ കവനന്റും 2 സൈഡാണ്, രണ്ടുപേരും ചെയ്യണം. പക്ഷേ ഇവിടെ ഈ കവനന്റിലും നമ്മൾ ഓർത്തു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലും ഇത് തന്നെയാണ്, ഒരു വൺ സൈഡഡ് ആണ്. നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. നമ്മെ രക്ഷിച്ചു, നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ ഭാഗത്തൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ നമ്മൾ വാസ്തവത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായിരിക്കുന്ന 5 പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനിടയായത്. 12-ാം അധ്യായം ആരംഭിച്ചത് വിശ്വാസവീരനായിരിക്കുന്ന അബ്രഹാം എന്നുള്ളതാണ്. നമ്മൾ കണ്ടു, കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും താൻ ഹാരാനിലേക്ക് വന്നു. ഹാരാനിൽ നിന്ന് താൻ 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം തുടങ്ങി അവിടെ കൽദയരുടെ പട്ടണം ഊരിൽ നിന്ന് ഹാരാനിലേക്ക് വന്നു. ഹാരാനിൽ നിന്ന് അബ്രഹാം ഷേഖേമിലേക്ക് വന്നു എന്നുള്ളതാണ്. 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മുതൽ അബ്രഹാം ഈജിപ്തിലേക്കുള്ളതായിരിക്കും യാത്രയാണ് നമ്മൾ കണ്ടത്. താൻ പതിയെ സ്ലോ ആയിട്ട് താൻ ബാക്ക് സ്ലൈഡ് ചെയ്തു, ഈജിപ്തിലെ അനുഭവത്തിലേക്ക് പോയി. ഈജിപ്തിൽ താൻ ആയിരുന്ന കാലഘട്ടത്തിൽ താൻ തികച്ചും ബാക്ക് സ്ലിഡനായ ഒരു സ്റ്റേജിലേക്ക് താൻ വന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ 13-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ മടങ്ങിവരവ് കണ്ടു. മടങ്ങിവരവ് നമ്മൾ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി, അബ്രഹാം മടങ്ങി വന്നു എന്ന് മാത്രമല്ല, ഹി ഹാസ് റീസ്റ്റോർഡ് കംപ്ലീറ്റ്ലി, എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് അബ്രഹാം തിരിച്ചു വന്നു എന്നുള്ളതാണ് നമ്മൾ 13-ാം അധ്യായത്തിൽ കണ്ടത്. താൻ ഷേഖേമിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയി, തിരിച്ച് ഷേഖേം ബേഥേലിന് ഹായിക്കും മധ്യേ താൻ തൻ്റെ കൂടാരം അടിച്ചു, അവിടെ യാഗപീഠം പണിതതായിട്ട് നമ്മൾ കണ്ടു. പിന്നീട് താൻ മമ്രയുടെ തോപ്പിലേക്ക് പോയി, അവിടെയും താൻ യാഗപീഠം പണിതതായിട്ട് നമ്മൾ കാണാനിടയായി. പിന്നെ ലോത്ത് തന്നെ വിട്ടുപിരിഞ്ഞു. തൻ്റെ സാക്ഷ്യം താൻ രാജ്യത്ത് നിലനിർത്തുവാനായിട്ട് അബ്രഹാം ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ അബ്രഹാമിന്റെ പുനഃസ്ഥാപനം. ലോത്ത് വിട്ടുപിരിഞ്ഞ ശേഷം അബ്രഹാമിനെ ദൈവം വീണ്ടും അനുഗ്രഹിക്കുന്നു. അബ്രഹാം വീണ്ടും തിരിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു, അല്ലേ? അബ്രഹാമിന്റെ പുനഃസ്ഥാപനം നമ്മൾ കണ്ടു. പിന്നീട് 15-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വാഗ്ദാനം ചെയ്തു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കും 2 കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കണ്ടു. ഒന്ന്, അബ്രഹാമിനെ ദൈവം നീതീകരിച്ചു. ദൈവം അത് നീതിയായിട്ട് കണക്കിട്ടു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിനെ ദൈവം നീതീകരിക്കുന്ന വിശ്വാസം തനിക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ കണ്ടു, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് സന്തതിയിൽ കിട്ടും, സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതിയെ ലഭിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പ്രദേശം അവർ വസിക്കുന്നതായിരിക്കുന്ന ഈ 10 ജാതികളുള്ളതായിരിക്കുന്ന ആ ദേശം
നിനക്ക് ഞാൻ തരും, നിനക്ക് അവകാശമായി തന്നിരിക്കുന്നു എന്നാണ് കേട്ടോ, തന്നിരിക്കുന്നു എന്ന ഇറ്റ് ഇസ് ഗീവൺ എന്ന് ദൈവം പറയാനായിട്ടിടയായി. അബ്രഹാമിൻ്റെ ജീവിതം വാസ്തവത്തിൽ നമുക്കും വളരെ ഒരു മാർഗദർശിയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുറവുകൾ നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ചേർന്ന് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. കുറവുകൾ വന്നാൽ അത് ഏറ്റുപറയേണ്ട ആവശ്യമുണ്ട്. സ്ലൈഡിങ് ഉണ്ടായി എന്ന് വരാം, പക്ഷേ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിന് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.